പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണം. അന്യഭാഷയിൽ സുലഭമായി സംസാരിക്കണം. ആമേൻ. നിങ്ങൾ അന്യഭാഷയിൽ ധാരാളമായി സംസാരിക്കണം. ചെറിയ വാക്കുകളൊക്കെ ലല്ലല്ല തത്ത ഇങ്ങനെയുള്ള ചെറിയ വാക്കുകളാണ് പറയുന്നെങ്കിൽ അടുത്ത ഒരു ഉയർച്ച നിങ്ങൾ ഇന്ന് പ്രാപിക്കണം. ഞാൻ ഒരിക്കലും ഇവിടെ ശുശ്രൂഷിച്ച മറക്കത്തില്ല. അവിടെ MG റോഡിൽ എക്സ്പ്രസിൽ ശുശ്രൂഷിച്ചപ്പോൾ അന്ന് ഞാൻ ആ ദിവസങ്ങളിൽ ഞാൻ പാസ്റ്റർ കെനത്ത് ഹേഗിൻ്റെ ടങ്സ് എന്ന് പറയുന്നൊരു വലിയ പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഫുൾ ആ പുസ്തകം വായിച്ച് തീർന്നപ്പോൾ ഇവിടുത്തെ മീറ്റിംഗാണ്. ഇവിടെ ഒരു രാത്രി ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നു. ആ രാത്രി വന്ന് ശുശ്രൂഷിച്ചപ്പോൾ അന്ന് ഒരു കൂട്ടമായിട്ട് ആളുകൾ പരിശുദ്ധാത്മാവിനല്ലോ പടപടപടപടപടപടോന്നറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി ആരെങ്കിലും ഇതിനകത്ത് അഭിഷേകം പ്രാപിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ പുറകിൽ വരുന്നു, 17 വർഷമായിട്ട് ഞാൻ 17 വർഷമായിട്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എന്ന് പറയുകയും പുള്ളി അന്യഭാഷയിൽ സംസാരിക്കുകയും. ഞാനപ്പോൾ ചിന്തിച്ച്, കർത്താവേ, ഒരു ജനറലോ ദൈവത്തിൻ്റെ ഒരു ജനറലിൻ്റെ പുസ്തകം വായിച്ചാൽ തന്നെ ഇമ്പാർട്ടേഷൻ. ആ പുസ്തകം വായിച്ചിട്ട് വന്ന ദിവസമാണ് അത് സംഭവിച്ചത്. ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലാത്തവർ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ആമേൻ. ആ ഉയരത്തിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ആക്കുമ്പോൾ, നിങ്ങൾക്കൊരു ലിഫ്റ്റ് ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളെ അവിടെ എത്തിക്കുവാൻ കഴിയത്തുള്ളൂ. അവിടേക്ക് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഇൻറ്റിമസിയിലാണ് അത് സംഭവിക്കുന്നത്. ആ നിലവാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് വാതിൽ തുറന്നു, ടൈം വേസ്റ്റ് ആകത്തില്ല. അപ്പോൾ തന്നെ കർത്താവ് നിന്നെ ലിഫ്റ്റ് ചെയ്ത് ആ വാതിലിൻ്റെ അരികിലെത്തിക്കും, ആ ഉയരത്തിൽ നിന്നെ എത്തിക്കും. ഓ, അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഒരു ഉയരത്തിലെത്തിയത്. ഇവിടെ ഇരുന്ന് ആമേൻ. ഇന്ന് പ്രഭാതത്തിലെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും കർത്താവ് ഒരു ഉയരം തുറന്നു കൊടുക്കുകയും അവരെ പരിശുദ്ധാത്മാവ് ആ തലത്തിൽ എത്തിക്കുകയും ചെയ്തു. ആ തലത്തിൽ എത്തിയവർക്ക് മനസ്സിലായി, അവരെത്തിയ തലമെന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ. എവിടെയാണ് എത്തിയത്? സൂപ്പർ നാച്ചുറലിൽ നിന്ന് കർത്താവ് നിനക്ക് ഒരു ഷിഫ്റ്റ് തരികയാണ്. നിന്നെ കർത്താവ് സൂപ്പർ നാച്ചുറലിലേക്ക് കർത്താവ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു. എവിടെയാണ് നിങ്ങൾ എത്തിയത്? സൂപ്പർ ഹ്യൂമൻ. നിന്നെ ഹ്യൂമൻ തലങ്ങളിൽ നിന്ന് കർത്താവ്, മാനുഷിക തലങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ അമാനുഷിക തലങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ റിസൾട്ടുകൾ മാറുവാൻ പോകുന്നു. നിന്റെ റിസൾട്ടുകൾ ഇനി സാധാരണമല്ല, അസാധാരണമായി തീരുവാൻ പോകുന്നു. ഓ, ചേർന്നൊന്ന് പറഞ്ഞ്, നാച്ചുറലിൽ നിന്ന് സൂപ്പർ നാച്ചുറലിലേക്ക്, മാനുഷിക തലത്തിൽ നിന്ന് അമാനുഷിക തലത്തിലേക്ക്, സാധാരണ ഫലങ്ങളിൽ നിന്ന് അസാധാരണ ഫലങ്ങളിലേക്ക്. ഓ, അതാണ് നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിൽ. 2026 നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിൽ അതാകുന്നു. നീ സൂപ്പർ നാച്ചുറലിൽ എത്തിയിരിക്കുകയാണ്. നീ ഒരു സൂപ്പർ ഹ്യൂമൻ ആകുന്നു എന്നുള്ള വെളിപ്പാടിൽ ജീവിക്കുവാൻ പോകുന്നു. നിന്റെ റിസൾട്ടുകൾ അൺയൂഷ്വലായി തീരുവാൻ പോകുന്നു, അസാധാരണമായി തീരുവാൻ പോകുന്നു. നാച്ചുറലിൽ നിന്ന് സൂപ്പർ നാച്ചുറലിലേക്ക്. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളൊരു സാധാരണ ജീവിതം, ഒരു പ്രകൃതിയുടെ തലത്തിലെ ജീവിതം നയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. നിങ്ങൾ പ്രകൃതിയാതീത തലത്തിൽ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു. നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രകൃതിയാതീത തലം നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു പ്രകൃതിയാതീത തലം സൃഷ്ടിക്കുവാൻ കഴിയും. നിങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ ഒരു പ്രകൃതിയാതീത തലം നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. കാരണം നിങ്ങൾ സൂപ്പർ നാച്ചുറലിൽ ജീവിക്കേണ്ടവരാകുന്നു.
നിങ്ങൾ മനുഷ്യരെ പോലെ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ അമാനുഷികമാകുന്ന ചില പ്രത്യേകതകളുള്ളവരാകുന്നു. തത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ റെസിഡൻസ് ആയിട്ട്, വീടായിട്ട് നിങ്ങൾ തീർന്നിരിക്കുന്നതിനാൽ നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ അമാനുഷിക തലത്തിൽ ജീവിക്കേണ്ടവരാകുന്നു. ഒരു തുറന്ന സ്വർഗവുമായി സഞ്ചരിക്കുന്നവരാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വഹിക്കുന്നവരാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങളുടെ മേൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുറന്ന സ്വർഗം വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ള ആ ബോധ്യത്തിലേക്ക് വരുമ്പോൾ നിനക്കറിയാം, ഞാൻ പോകുന്ന ഇടങ്ങളിൽ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രതലത്തിലേക്ക് നമ്മളെ കർത്താവ് മാറ്റുകയാണ്. അവരുടെ മുൻപിലാണ് ഒരു വലിയ കടൽ വന്നു. ഒരു വലിയ കടൽ വന്നു കഴിഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ജീവിക്കുന്ന ഒരു പദം പറയത്തില്ല, നെഞ്ചത്തടിക്കത്തില്ല, ആകുലപ്പെടുകയില്ല, വ്യാകുലപ്പെടുകയില്ല. അവർക്കറിയാം, ഒരു കടൽ തടസ്സമായി വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരത്ഭുതത്തിൻ്റെ അവസരം എനിക്ക് ലഭിക്കുകയാണ്. കാരണം ഐ ലിവ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ. ഞാൻ പ്രകൃതിയാതീത തലത്തിൽ ജീവിക്കുന്നതിനാൽ എനിക്കിതാ വീണ്ടും ഒരു അത്ഭുതത്തെ റിലീസ് ചെയ്യുവാനുള്ള അവസരം വന്നിരിക്കുന്നു. നിന്റെ വീട്ടിലത് സംഭവിക്കട്ടെ, നിന്റെ വീട്ടിലത് സംഭവിക്കട്ടെ, നിന്റെ ഓഫീസിൽ അത് സംഭവിക്കട്ടെ, നിന്റെ ദിനംതോറുമുള്ള ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ, നിന്റെ യാത്രകളിൽ അത് സംഭവിക്കട്ടെ. അടഞ്ഞ വഴികളെ നിനക്ക് അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് തുറക്കുവാൻ കഴിയും. ഓ ഓ ഓ ഓ കാരണം നീ സൂപ്പർ നാച്ചുറലിലാണ്. നിന്റെ കർത്താവ് സൂപ്പർ നാച്ചുറൽ എത്തിച്ചിരിക്കുകയാണ്. സൂപ്പർ നാച്ചുറലായിട്ട് നിന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിന്റെ നഷ്ടങ്ങളെ നീ സൂപ്പർ നാച്ചുറലായി നികത്താൻ പോകുകയാണ്. നിന്റെ ഇല്ലായ്മകളെ നീ സൂപ്പർ നാച്ചുറലായി വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. അത്ഭുതങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു മെഷീനാക്കി കർത്താവ് നിന്നെ മാറ്റുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാനിങ്ങോട്ട് വരുന്ന സന്ദർഭത്തിൽ മിൽക്ക് ATM എന്ന് കാണുകയുണ്ടായി. പിന്നെ ഞങ്ങളുടെ കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ വാട്ടർ ATM എന്ന് കാണുകയുണ്ടായി. എന്നതുപോലെ ഒരു മിറക്കിൾ ATM ആക്കി നിന്നെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. കാരണം നീ സൂപ്പർ നാച്ചുറലാണ് ജീവിക്കുന്നത്. വാ 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 വാ. Take it, take it, take it. By faith, take it. Seri lebi resefile retekala. Barashafara tarashpala hataraspala. Marisfile rabasavadari. Talkara betakatara vidana sagal kanada. Tema sifitel rabatana bilatana. Oh, oh, oh. Sharbina, 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 sharbina. ഒസത്തിനി. നിങ്ങൾ ഓരോരുത്തരും കർത്താവിൽ പരിശുദ്ധാത്മാവിൽ സഞ്ചരിച്ചവർക്ക് മനസ്സിലാകും. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്ര തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയായിട്ട് നിങ്ങളുടെ യാത്ര. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിരിക്കുന്നു, നിങ്ങളായിരിക്കുന്നു. ഇതൊരു ഒരു ഒരു സൂപ്പർ നാച്ചുറൽ ആക്ട് അല്ലേ? എക്സ്പ്രസ് MG റോഡിലായിരുന്നു. അതൊരു സൂപ്പർ നാച്ചുറൽ ആക്ട് അല്ലേ? ഒരു സൂപ്പർ നാച്ചുറൽ ആക്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു പ്രകൃതിയാതീത അഭിഷേകം കിടക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് 2026 മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുകയാണ്. Take. Well. Rota file tala farata. Berata fitel barata vidata berata. Ratu file manta fina rabatu faladi. Abasha vian pedadika. Doshprini antini. Denesperatini. അതുമാത്രമല്ല, നിങ്ങൾ സൂപ്പർ ഹ്യൂമനായി തീർന്നിരി. മനുഷ്യരെ പോലെ ജീവിക്കരുത്. നിന്നെ അതിനു വേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. മനുഷ്യൻ സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കരുത്. മനുഷ്യൻ ദേഷ്യപ്പെടുന്ന പോലെ ദേഷ്യപ്പെടും. അതൊക്കെ മനുഷ്യരുടെ നിലവാരമാണ്. നിനക്കൊരു സൂപ്പർ ഹ്യൂമൻ നേച്ചർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം നിനക്ക് ചെയ്യാൻ കഴിയും. നിനക്ക് ക്ഷമിക്കാൻ കഴിയും, മറക്കാൻ കഴിയും, പൊറുക്കാൻ കഴിയും.
തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ കഴിയും. സൂപ്പർ ഹ്യൂമൻ. ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. ആ നിലവാരത്തിലേക്ക് ദൈവം തന്നെ മാറ്റിയിരിക്കുകയാണ്. നീ മനുഷ്യനല്ല, അമാനുഷിക തലങ്ങളിൽ ദൈവത്തെ പോലെ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാകുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനാകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് നിന്നിലൂടെ പുറപ്പെടേണ്ടത്. ആ ഒരു അത്ഭുതം സ്വീകരിക്കുക, വിശ്വസിച്ച് സ്വീകരിക്കുക. ഞാനൊരു സൂപ്പർ ഹ്യൂമൻ ആകുന്നു എന്നുള്ള ഒരു വെളിപ്പാട് നീ സ്വീകരിക്കുക. മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ, ഭയത്തിനിരകളായി, ആകുലതകൾക്കിരകളായി ജീവിക്കുവാൻ വേണ്ടിയല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നെ കർത്താവ് ഒരു സൂപ്പർ ഹ്യൂമനാക്കി മാറ്റിയിരിക്കുകയാണ്. ശരീരത്തിൽ ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു മനുഷ്യർ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടുവാൻ വേണ്ടിയല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിനക്കതിനെ കീഴ്പ്പെടുത്തുവാനുള്ള അസാധാരണ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വെളിപ്പാട്. ആ വെളിപ്പാടിൽ നീ ജീവിക്കുകയാണ് എങ്കിൽ നിന്റെ ഫലങ്ങൾക്ക് മാറ്റം വരാൻ പോകുകയാണ്. അസാധാരണ ഫലങ്ങൾ വെളിപ്പെടുവാൻ പോകുന്നു. അസാധാരണമാകുന്ന റിസൾട്ടുകൾ വെളിപ്പെടാൻ പോകുന്നു. 5.2 മീനും നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ 2 അപ്പം നിങ്ങൾ തിന്നും, 1 അപ്പം ഭാര്യയ്ക്ക് കൊടുക്കും. ആമീൻ. മറ്റൊരു 2 അപ്പം പിള്ളേർക്ക് 4 പേർക്കും 4ആയിട്ട് പകുത്ത് കൊടുക്കും. 2 മീൻ പിന്നെ നിങ്ങളെല്ലാവരും കൂടെ പകുത്ത് എടുത്ത് ഭക്ഷിക്കും. എന്നാൽ നിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നീ അത് മുഖാന്തരം നീയും അനുഗ്രഹിക്കപ്പെടും, 5000 പേരെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണമാണ്. അസാധാരണ ഫലങ്ങൾ, റിസൾട്ടുകൾ മാറട്ടെ. വാ നിന്റെ ഫലങ്ങൾക്ക് മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. നിന്റെ ഫലങ്ങൾ അസാധാരണ തലങ്ങളിലേക്ക് മാറുവാൻ പോകുകയാണ്. ഓ come on. ഇതൊക്കെ സംഭവിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് സങ്കടം പറയായിരുന്നു. പാസ്റ്റർ, ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഞാൻ ചോദിച്ചു അതെന്താണ്? അത് ഞാൻ IT കമ്പനിയിൽ ജോലിയാണ്. ഞാനൊരു ഫ്രഷറായിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ കോളേജിൽ നിന്ന് തന്നെ നല്ല പാക്കേജ് കിട്ടി. 1 ലക്ഷം രൂപയുടെ 12 ലക്ഷം രൂപയുടെ പാക്കേജ്, ഇയർലി 12 ലക്ഷം രൂപയുടെ പാക്കേജ് കിട്ടി. 2 വർഷം ഒരു കമ്പനി ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടായിരിക്കും അടുത്തൊരു കമ്പനിക്കാരൻ അതുപോലെയുള്ളൊരു കമ്പനിക്കാരൻ വിളിച്ച് പറഞ്ഞു, നിനക്ക് ഞങ്ങളൊരു ബെറ്റർ ഓഫർ തരാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, 1 lakh രൂപ കിട്ടുന്ന ഒരാളിന് എന്തോ ബെറ്റർ ഓഫർ കൊടുക്കുന്നത്. അങ്ങനെ അവൻ പ്രതീക്ഷിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത്, നിനക്ക് ഇയർലി 72 lakhs, 6 ലക്ഷം രൂപ മന്ത്ലി ഒരു പാക്കേജ്. റിസൾട്ടുകൾ പെട്ടെന്ന് മാറുകയാണ്. അപ്പൊ ഇവന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഈ 72 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യും പാസ്റ്റർ? 12 ലക്ഷം രൂപ തന്നെ അവന് മഹാത്ഭുതമാണ്. ഇപ്പോൾ പുതിയ ഓഫർ വന്നിരിക്കുന്ന മന്ത്ലി 6 ലക്ഷം രൂപ. ഈ നിലവാരത്തിലുള്ള റിസൾട്ടുകളിലുള്ള വ്യത്യാസങ്ങൾ കുറവുണ്ട്. നിന്റെ ഫാമിങ്ങിൽ റിസൾട്ടുകളിൽ മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. അൺയൂഷ്വലായിട്ടുള്ള നിന്റെ ബിസിനസ്സിൽ അൺയൂഷ്വലായിട്ടുള്ള മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നീ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമുള്ള ഒരു ബന്ധത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിന്റെ ബിസിനസ്സിൽ അൺയൂഷ്വൽ റിസൾട്ടുകൾ വെളിപ്പെടുവാൻ പോകുന്നു. ഫാമിങ്ങിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള റിസൾട്ടുകൾ വെളിപ്പെടുവാൻ പോകുന്നു. ഇത് കേട്ട് നിങ്ങളാരും അങ്ങനെ ആ നിലവാരത്തിൽ ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ നിലവാരത്തിൽ ചിന്തിക്കുക. അവൻ 1 ലക്ഷത്തിൽ 4 ലക്ഷത്തിലേക്ക് പോയി, അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പം ചിന്തിക്കരുത്, അത് വിട്ട് കളയുക. പരിശുദ്ധാത്മാവിന്റെ നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ സംഭവിക്കേണ്ട റിസൾട്ടുകൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ മേഖലയിൽ റിസൾട്ടുകൾക്ക് മാറ്റം സംഭവിക്കുവാൻ പോകുന്നു.
ഹല്ലേലൂയ. ചർച്ചിൽ റിസൾട്ടുകൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. അസാധാരണമാകുന്ന ഒരു കൊയ്ത്തിന്റെ വർഷമാക്കി 2026 കർത്താവ് തീർക്കട്ടെ. റിസൾട്ടുകൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നു. നിന്റെ ഫലങ്ങൾക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള മാറ്റം സംഭവിക്കുവാൻ, അസാധാരണമായി തീരുവാൻ പോകുന്നു. നിന്റെ റിസൾട്ടുകൾ അസാധാരണമായി തീരുവാൻ പോകുന്നു. വിശ്വസിക്കണം, റിസൾട്ടുകൾ അസാധാരണമായി തീരുവാൻ പോകുന്നു. Take it. വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. ഇന്ത്യൻ സഭയുടെ റിസൾട്ടുകൾ അസാധാരണമായി തീരുവാൻ പോകുന്നു. അവിടെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്കുവാൻ പലപ്പോഴും നമ്മളെ തടയുന്നത് എന്ന് പറയുന്നത് ഇന്നലകളിലെ നമ്മുടെ അനുഭവങ്ങളാണ്. മാനുഷിക തലത്തിൽ നമ്മൾ ഇന്നലെ അനുഭവിച്ച അനുഭവങ്ങളാണ് വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കുവാൻ നമ്മെ തടയുന്നത്. അതുണ്ടാകരുത്. ഈ വർഷം വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്കണം. വിശ്വാസത്തിന്റെ സ്റ്റെപ്പിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. റിസ്ക് എടുക്കുവാൻ നീ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നോക്കി വലകളെ വീശുക. പക്ഷെ തന്റെ അനുഭവം തന്നെ അതിൽ തടസ്സപ്പെടുത്തുകയാണ്. തന്റെ അനുഭവം എന്താണ്? രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നിന്റെ ഇന്നലകളിലെ ഖേദങ്ങളെ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതൊരു പുതിയ തുടക്കമാണ്, ഒരു ഫ്രഷ് മൂവാണ്. ഈ ഫ്രഷ് മൂവിൽ നീ ഹോളി സ്പിരിറ്റുമായിട്ട് സഹകരിക്കുകയാണ് എങ്കിൽ നിന്റെ ഇന്നലകളിലെ അനുഭവങ്ങളല്ല നിന്റെ മുൻപിൽ വെളിപ്പെടുവാൻ പോകുന്നത്. നീ നിന്റെ സ്വപ്നത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത റിസൾട്ടുകൾ, നിന്റെ സ്വപ്നത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത റിസൾട്ടുകൾ. ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. റിസൾട്ടുകൾക്ക് അസാധാരണമാകുന്ന മാറ്റങ്ങൾ, റിസൾട്ടുകൾ അസാധാരണമായി തീരുവാൻ പോകുന്നു. സൂപ്പർ നാച്ചുറൽ, സൂപ്പർ ഹ്യൂമൻ, അൺയൂഷ്വൽ. ഈ ഒരു തലത്തിലേക്ക് കർത്താവ് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഡോറിന്റെ മുൻപിലാണ് വന്നിരിക്കുന്നത്. ആ ഡോറിന്റെ മുൻപിൽ വന്നിരിക്കുന്നു. അകത്തോട്ട് കയറാൻ പോകുകയാണ്. ആ ഡോറിന്റെ മുൻപിൽ വന്ന് അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലായത്, സൂപ്പർ നാച്ചുറലിന്റെ ഡോർ തുറക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പൊ സൂപ്പർ നാച്ചുറലിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഡോർ തുറക്കണം, അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജിനൊരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നാച്ചുറലിൽ ഞാൻ മലയാളം സംസാരിച്ചു, സൂസൻ അത് മനസ്സിലായി, മിനുവിനത് മനസ്സിലായി, അമിത്തിനത് മനസ്സിലായി. എന്നാൽ ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് സൂപ്പർ നാച്ചുറലിലാണ്. സൂപ്പർ നാച്ചുറലിൽ താക്കോൽ എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ലാംഗ്വേജ് ആണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ വേണ്ടിയല്ല. ഇത് സംസാരിച്ചതിൻ്റെ ഫലങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ളത് കൊണ്ടാണിത് നിങ്ങളോട് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ തുറക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന്റെ താക്കോൽ എന്ന് പറയുന്നത് അന്യഭാഷയാണ്.
Alhula menvel karbane habasubala. Durfala tanaspora vilatubala tibarana. Ja natura vinakatibiniam portofini. Loti regana vigatura takalka. Jura satabine katubara takalkarati. Manukuve janbaru fatikal baro fatakatana. Yako valla tabiraka basubatanali. Dura shabatura la batura batanata. Ta barata vilata virata velata. Jana tofela tara bakaso federi laba tufana riyan tafanati. Mensu filo tabini yabara batikal baratani. Ama shabriyana sabitini liman tanadiga. Sabritini liman. ആ ഡോറിൻ്റെ മുൻപിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് മലയാളം കൊണ്ട് ഇവിടെ കാര്യം നടക്കത്തില്ല. ഇവിടെ അതർ ടങ്, സൂപ്പർ നാച്ചുറൽ ലാംഗ്വേജ്, ആ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്ത് കയറാൻ കഴിയത്തുള്ളൂ. പല ക്രിസ്ത്യാനികൾക്കും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ക്രൈസ്തവ നന്മകളുടെ ഭൂരിഭാഗവും അവർക്ക് അനുഭവിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത് ഈ ഒരു കാര്യം അവരിൽ സജീവമല്ല എന്നതുകൊണ്ടാണ്. ഓ യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല, അത് പ്രകൃതിയാതീതമാകുന്ന തലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുതൽ നിങ്ങൾ വേറൊരു മേഖലയുമായിട്ട്, ഈ പ്രകൃതിയുടെ അപ്പുറത്തുള്ളൊരു മേഖലയുമായിട്ട്, ഒരു ആത്മലോകവുമായിട്ട് നിങ്ങൾ ബന്ധമുള്ളവരായി തീരുകയാണ്. ആ ആത്മലോകം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചില ക്രമീകരണങ്ങളുണ്ട്. ഈ നാച്ചുറലിൽ തന്നെ, ഈ ഭൂമിയിൽ കാര്യങ്ങൾ സംഭവിക്കേണ്ടതിന് വേണ്ടി ഭൗമികമാകുന്ന, നാച്ചുറലാകുന്ന പ്രകൃതിയുടെ തലത്തിലുള്ള ചില ക്രമീകരണങ്ങൾ ഉള്ളതുപോലെ തന്നെ ആത്മലോകം സജീവമാകേണ്ടതിന് വേണ്ടി ചില ക്രമീകരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആത്മലോകത്തിലെ ക്രമീകരണത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളോട് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്കറിയാം, ഇത് ആത്മലോകത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ നിന്ന് ഇവിടെ എന്തൊക്കെയോ പറയുന്നു, നിങ്ങളവിടെ ഇരിക്കുന്നു, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇത് ആത്മലോകത്തിലെ ചില ക്രമീകരണങ്ങളാണ്. ഇവിടെ നീ വന്നൊരു മണിക്കൂർ ഇരുന്നതിന് ശേഷം പഴയതുപോലെ നിനക്ക് ഒരിക്കലും മടങ്ങി പോകാൻ കഴിയത്തില്ല. വാ 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 വാകശ്വരകദിലി വരതല വരത കരബിലകതു വല ലബതുര ബദരത റബതുര വിലകതുര വിലകത ബനതുര ലബത ബാകു സുഫരാതകല ബരബിതനതക ദക്ഷബിനാല ഗരമതുനതക ദുരി കസുവല റിബതുന ബിലതക. ആത്മലോകത്തിലെ ക്രമീകരണങ്ങൾ, ആത്മലോകം സജീവമായി, ആത്മലോകം ആ ക്രമത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ വിവിധങ്ങളാകുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ സ്പൂണുണ്ട്, പാത്രമുണ്ട്, ചട്ടിയുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ്. ഒരു കാര്യം മാത്രമാണ് അല്ല, വിവിധ കാര്യങ്ങളാണ്. അവിടെ ഉള്ള ആ ഷെൽഫുകളിൽ നോക്കുകയാണെങ്കിൽ മുളക് പൊടിയുണ്ട്, ആ പൊടിയുണ്ട്, ഈ പൊടിയുണ്ട്, ഇങ്ങനെയുണ്ട്. വിദഗ്ധയാകുന്ന ഒരു മാതാവിൻ്റെ കൈ അപ്പുറം ഇപ്പുറം പോകുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. കൃത്യമായിട്ട് വയ്ക്കേണ്ട പാത്രം വയ്ക്കും. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ക്രമത്തിൽ ആ അടുക്കളയിൽ സംഭവിക്കുകയുള്ളൂ. എന്നതുപോലെ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത്തരത്തിലുള്ള വിവിധങ്ങളാകുന്ന കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാകുന്നു പ്രോഡക്റ്റ് പുറപ്പെടുന്നത്. വാ 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 നീ ക്രിസ്ത്യാനിയായി എന്നതുകൊണ്ട്, രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് കാര്യങ്ങൾ തീർന്നിട്ടില്ല. അതിനകത്തുള്ള സംവിധാനങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് നീ പ്രാപിച്ചതിന് ശേഷം ചേർക്കേണ്ടത് ചേർത്ത് വെച്ച് നീ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുകയാണെങ്കിൽ സംഭവം മാറാൻ പോകുകയാണ്. അതിൽ ഈ വീട്ടിനകത്ത് കയറാൻ വേണ്ടിയുള്ള താക്കോലാണ് അതർ ടങ്സ് എന്ന് പറയുന്നത്. ഓ ഇതൊരു താക്കോലാകുന്നതിനാൽ തുറക്കാതെ കിടക്കുന്ന പലതിനെയും തുറക്കുവാൻ തക്കവണ്ണം നിനക്ക് ഈ താക്കോൽ ഉപയോഗിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിറയണം. അന്യഭാഷയിൽ സംസാരിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ താക്കോലിനെ നിങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കണം. വാ വാ
ദാരു ബശതര വിനസകലതര ജോബറ ഹതന ലികബതു ഫനതകൽകന മാരച്ചു ഫീലെ അന്തനതികൾ സംസാരിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ സംസാരിക്കുക. ലതു ഫിലകതരതനി മെക്സിക്കതു ഫിനാതകല ബിറഖഫസതനി ദാരു ഫിലകതമിന ഫർബിന സബ്രിയാതുന ലതു തുഫന തരക സഫീതനിലി അജുനി അർബസുബതനി ലിയാൻ തുർബദന ആസ്പതനി ലീമറുബതനി ലിയാതുനി. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വോക്കൽ മിറക്കിൾ എന്ന് വിളിക്കുവാൻ കഴിയും. വാചികമാകുന്ന അത്ഭുതം. വാചികമാകുന്ന വായിലെ അത്ഭുതം. വോക്കൽ മിറക്കിൾ, വായിലെ അത്ഭുതം. മലയാളം പഠിക്കുവാൻ വേണ്ടി എത്ര വർഷം എടുത്തു? ഒത്തിരി വർഷം എടുത്തു. ഇപ്പോഴും മലയാളം കൃത്യമാണോ? കൃത്യമാണെന്ന് പറയാനൊക്കത്തില്ല. ഇത് കുറച്ചൊക്കെ കൃത്യമാണ്. എന്നാൽ നിന്നെ ഒരു നിമിഷം കൊണ്ട് സ്വർഗീയമാകുന്ന ഒരു ഭാഷ പുറപ്പെടുവിക്കുവാൻ വേണ്ടി, അതിനുവേണ്ടി ഒരു ഉപകരണമാക്കി പരിശുദ്ധാത്മാവിന് മാറ്റുവാൻ കഴിയുന്നതുകൊണ്ടാണ് ഇതിനെ വോക്കൽ മിറക്കിൾ എന്ന് പറയുന്നത്. ഒരു സ്കൂളിൽ പോയി നീ പഠിച്ചിട്ടില്ല, മറ്റൊരാൾ പറഞ്ഞത് കേട്ട് നീ ആവർത്തിക്കുകയല്ല, നിന്റെ അകത്തുനിന്ന് തന്നെ ആത്മാവിൽ നിന്റെ ആദരത്തിലേക്ക് ചിലത് പുറപ്പെട്ടു വരികയാണ്. അങ്ങനെ നിന്റെ ശരീരത്തെയും നിന്റെ സ്പിരിറ്റിനെയും തമ്മിൽ, നാക്കും ആത്മാവും തമ്മിൽ കണക്റ്റഡ് ആയി തീരുമ്പോൾ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ഭാഷ നിന്റെ ആദരത്തിലൂടെ പുറപ്പെടുകയാണ്. അതുവരെയും നിന്റെ ബുദ്ധിയും നാക്കും തമ്മിലായിരുന്നു ബന്ധം. അങ്ങനെയാണല്ലോ ബന്ധം, അതല്ലേ കൃത്യം. അപ്പൊ ഞാൻ ഈ മലയാളം സംസാരിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയും നാക്കും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ബുദ്ധിയെ ബൈപ്പാസ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു സൂപ്പർ നാച്ചുറൽ സംവിധാനമാണ്. അത് അത്ഭുതം. നിന്റെ ബുദ്ധിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നിന്റെ ആത്മാവിനെയും നിന്റെ ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാകുന്നു സ്പീക്ക് ഇൻ അതർ ടങ്സ്. അത് സംഭവിച്ചപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടല്ലേ സംഭവിച്ചത്. ഞാൻ ഓർക്കുന്നു 32 വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്കൂൾ റൂമിൽ, ഒരു സ്കൂൾ കെട്ടിടത്തിലെ റൂമിലിരുന്നു കൊണ്ടാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അന്ന് അവിടെ എത്തിയത് ഭയങ്കര അത്ഭുതമാണ്. എൻ്റെ കൂട്ടുകാരന്ന് എന്നെ വിടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ആ ഞായറാഴ്ച പോകരുത്, അവരുടെ ഹോസ്റ്റലിൽ അന്ന് ഫീസ്റ്റുള്ള ദിവസമായിരുന്നു. ആ ഫീസ്റ്റിന് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി നിർബന്ധിച്ചു. പക്ഷേ അവരുടെ നിർബന്ധങ്ങളെ ഞാൻ തട്ടിമാറ്റിയിട്ട് ചർച്ചിലെത്തി. ചില സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിന്റെ ഡെസ്റ്റിനിയെ മാറ്റുന്ന തീരുമാനങ്ങൾ. ഞാൻ അന്ന് ഓർക്കുകയായിരുന്നു, എൻ്റെ കൂട്ടുകാർ അവർ അന്ന് ഭയങ്കര ഫീസ്റ്റായിരുന്നു ഹോസ്റ്റലിൽ, വർഷത്തിലൊരിക്കലുള്ള ഫീസ്റ്റാണ്. ആ ഫീസ്റ്റിന് ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിലെ ഷെഫായിട്ട് ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അതെൻ്റെ ഭക്ഷണത്തെ സ്നേഹിച്ചവന് ഭാവിയിൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? അതാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഞാൻ അഭിഷേകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് 32 വർഷങ്ങൾക്ക് ശേഷം ഈ രാത്രിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. അന്നാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ ഞാൻ 2 വാക്കേ പറഞ്ഞുള്ളൂ. ദഗ 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 ദഗ. ഈ 2 വാക്കാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 5-6 മണിക്കൂറോളം എനിക്ക് മലയാളം സംസാരിക്കാൻ കഴിയാതെ വന്നു. ഏകദേശം അന്ന് പകൽ 11 മണിക്കാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. ഫുൾ ടൈം ആ മീറ്റിംഗ് ഒത്തിരി നീണ്ടുപോയി. ആ സമയം മുഴുവൻ ഞാൻ ദഗദഗ 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 ഭയങ്കര ശക്തി വ്യാപരിച്ചു. ദൈവശക്തി അസാധാരണമായി വ്യാപരിച്ചു. പക്ഷേ അന്യഭാഷ 2 വാക്കുള്ളൂ. ദഗദഗ 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 എന്ന് പറഞ്ഞുകൊണ്ട് ദഗ 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 ദഗ. അവിടെ തുടങ്ങിയത് ദഗ ദഗ ദഗ. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ തിരിച്ച് വണ്ടിയൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ദഗ ദഗ. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ദഗ ദഗ ദഗ. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നത്. ഞാൻ വിചാരിച്ചു ദഗ ദഗ ഇത്രയും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. കുറേ ദിവസങ്ങൾ ആഴ്ചകൾ ഈ ദഗ 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 മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ഏതോ ഒരു പോയിന്റിലാണ് ഒരു അന്യഭാഷയുടെ പുതിയ തലങ്ങൾ വെളിപ്പെട്ടത്.
സ്മിത്ത് വിഗിൾസ്ബർത്ത് തൻ്റെ അനുഭവത്തിൽ സുന്ദർലാൻഡിൽ പോയാണ് സ്മിത്ത് വിഗിൾസ്ബർത്ത് അന്യഭാഷ പ്രാപിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത്. അന്ന് അസൂസയിൽ ഉണർവുണ്ടായി കഴിഞ്ഞപ്പോൾ UK സുന്ദർലാൻഡിൽ നിന്നൊരു പാസ്റ്റർ അസൂസയിൽ പോയി അഭിഷേകം പ്രാപിച്ച് ഷിപ്പിൽ കയറി തിരിച്ചു വന്നു. അദ്ദേഹം സുന്ദർലാൻഡിലായിരിക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ് അവറുകളെ കർത്താവ് രോഗശാന്തിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തനിക്കൊരു അറിവ് ലഭിച്ചു, ഇതുപോലൊരു പുതിയ ചലനമുണ്ടായിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം സുന്ദർലാൻഡിൽ പോവുകയുണ്ടായി. UK സുന്ദർലാൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ബ്രാഡ്ഫോർഡിൽ നിന്ന് സുന്ദർലാൻഡിൽ എത്തിയതിന് ശേഷം ഇതുപോലുള്ള മീറ്റിംഗ് 3-4 ദിവസം ഇരുന്നു. പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു. അവിടെയുള്ള എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചില്ല. എന്നാൽ തിരിച്ചു പോയേക്കാമെന്ന് കരുതി അവിടെ പാസ്റ്ററോട് യാത്ര പറയാൻ വേണ്ടി പാസ്റ്ററിൻ്റെ റൂമിൽ ചെന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ അഭിഷേകം പ്രാപിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പാസ്റ്റർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവദാസൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അപ്പോസ്റ്റൽ സ്മിത്ത് വിഗിൾസ്ബർത്ത് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ 1-2 വാക്കേ പറയത്തുള്ളൂ. 1-2 വാക്ക് എനിക്ക് ആഗ്രഹമുള്ളപ്പോൾ പറയാൻ കഴിയത്തില്ല, ഒരാത്മശക്തി വന്നെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, നീ ആ ഇനീഷ്യൽ ഇൻഫില്ലിങ്ങിൻ്റെ അടയാളമാകുന്ന ടങ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഞാൻ നിനക്ക് ഗിഫ്റ്റ് ഓഫ് ടങ്സ് തരാൻ പോകുകയാണ്. വാ! അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഗിഫ്റ്റ് ഓഫ് ടങ്സ് വന്നത്. ഗിഫ്റ്റ് ഓഫ് ടങ്സ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫ്ലുവൻ്റായിട്ട് ഹല്ലേലൂയ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ ആ ദൈവദാസന് കഴിഞ്ഞു. എനിക്കിത് അറിയാൻ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. ആ പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ദഗ 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 എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുവാൻ കഴിയുന്നത്. അതൊരു ഷിഫ്റ്റായിരുന്നു. ഒരുപക്ഷെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ടങ്സ് എന്നുള്ള നിലവാരത്തിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അതിനകത്തൊരു അത്ഭുതമുണ്ട്. ഞാനൊടുവിൽ അരുണാചൽ പ്രദേശിൽ ചെന്ന് അവിടുത്തെ ജനത്തെ അവിടെ ഉണർവുണ്ടായ സന്ദർഭത്തിൽ ആരും അഭിഷേകം പ്രാപിക്കത്തില്ല. 100 കണക്കിന് ആളുകൾ വിടുവിക്കപ്പെട്ടു, രോഗികൾ കൂട്ടമായിട്ട് സൗഖ്യമാകുക, പക്ഷേ ആരും അഭിഷേകം പ്രാപിക്കത്തില്ല. പിന്നെ ഞങ്ങൾ 21 ദിവസവും ഉപവാസം വെച്ച സമയത്താണ്, പാസ്റ്റർക്ക് വന്ന സമയത്താണ്, ആ സമയത്താണ് കൂട്ടമായിട്ട് ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നത്. അപ്പോൾ ആളുകൾ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആദ്യം ഇനീഷ്യലി പറയുന്നത് ചിലപ്പം 2 വാക്കേ കാണത്തുള്ളൂ, അത് പറയണം, വീണ്ടും വീണ്ടും പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞത് ദഗ എന്ന വാക്കാണ്. ഈ 2 വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഞാനത് ഉപയോഗിച്ചത് കൊണ്ടാണ് പിന്നീട് എനിക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ദഗ എന്നാണോ പറഞ്ഞത്? ദഗ എന്ന് പറയുന്നത് ഞങ്ങളുടെ വില്ലേജിൽ ഇലയിൽ പൊതിയുന്ന ഭക്ഷണത്തിന് പറയുന്നതാണ് ദഗ എന്ന് വെച്ചാൽ നമ്മളിവിടെ പൊതിച്ചോറെന്ന് പറയത്തില്ല എന്ന് പറയുന്നത് പോലെ അവരുടെ വില്ലേജിൽ അവർ കൃഷിക്ക് പോകുമ്പോൾ, ദൂരസ്ഥലങ്ങളിലാണ് കൃഷിക്ക് പോകുന്നത്, അവരുടെ വീട്ടിൽ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഭക്ഷണം അവർ പൊതിഞ്ഞു വയ്ക്കും, ഇലയ്ക്കകത്ത് പൊതിഞ്ഞു വയ്ക്കും. അവരും ചിലപ്പോൾ ഇലയ്ക്കകത്ത് പൊതിഞ്ഞ് ഭക്ഷണമായിട്ട് കൃഷിസ്ഥലത്തേക്ക് പോകും. ആ ഇലയിൽ പൊതിഞ്ഞ ഭക്ഷണത്തിന് പറയുന്നതാണ് ദഗ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിടാ, 5 വർഷം മുന്നമേ നീ പൂനെയിൽ വെച്ച് അഭിഷേകം പ്രാപിച്ചപ്പോൾ നീ പറഞ്ഞു തുടങ്ങിയത് നിന്റെ ഡെസ്റ്റിനിയാണ്. വാ, നിന്റെ മിഷൻ ടങ്സ് ആണ് നീ പറഞ്ഞു തുടങ്ങിയത്. ഓ വാ 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 നിന്റെ മിഷൻ ടങ്സ് ആണ് നീ പറഞ്ഞു തുടങ്ങിയത്. അത് അസൂസയിലുണ്ടായിരുന്നു. അസൂസയിൽ ആദ്യമായിട്ട് ആളുകൾ അന്യഭാഷ പറയുന്ന സന്ദർഭത്തിൽ ഇന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ അന്യഭാഷ പറയുന്ന സന്ദർഭത്തിൽ അവരാദ്യം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ അതിന് മിഷൻ ടങ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആദ്യം പറയുന്ന വാക്കുകൾ എന്താണോ ആ വാക്കുകൾ ഏത് ഭാഷയുള്ളതാണ്, ഏത് ഭാഷയിലെ വാക്കുകളാണെന്ന് കണ്ടെത്തിയതിന് ശേഷം അവിടേക്ക് മിഷണറിമാരായിട്ട് പോകും. അങ്ങനെ അസൂസയിൽ നിന്ന് 1000 ആളുകളാണ് മിഷണറിമാരായിട്ട് പോയത്. അസൂസയിൽ വില്യം ജെ സെയ്മൂറിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ജോർജ് ബർഗ് ഉണ്ടായിരുന്നു. ജോർജ് ബർഗിൻ്റെ അന്യഭാഷ ജോർജ് ബർഗ് കണ്ടെത്തിയപ്പോൾ ഇന്ത്യയിലെ ഒരു ലാംഗ്വേജ് ആണെന്ന് തനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ജോർജ് ബർഗ് ഇന്ത്യയിൽ അടൂരിൽ വന്ന് ദീർഘനാളുകൾ ശുശ്രൂഷിച്ചത്. നീണ്ട കഥകൾ. അതിനുശേഷം ജോർജ് ബർഗ് അവർ തിരിച്ചു പോയിട്ട് അവിടെ ഒരു മിഷണറി കോൺഫറൻസിൽ പ്രസംഗിക്കുമ്പോഴാണ് റോബർട്ട് എഫ് കുക്ക് ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി സമർപ്പിക്കുന്നത്.
ഞാൻ ദഗ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മിഷൻ ടങ്സ് ആയിരുന്നു. പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് മണിക്കൂറുകളും ദിവസങ്ങളും പറയിപ്പിക്കുകയായിരുന്നു. നീ പറയുന്ന വാക്കുകൾ സംസാരിക്കുന്ന ജനതയുടെ നടുവിൽ നീ ഒരു ദിവസം എൻ്റെ സാക്ഷിയാകാൻ പോകുകയാണ്. വാ വാ ഇതിനകത്തിരിക്കുന്നവരെ ഈ രാത്രികാലം ആ ഒരു നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഉയർത്തട്ടെ. ചിലരൊക്കെ ഇവിടെ ഒന്ന് പുറപ്പെട്ടു പോകട്ടെ. അവരിരുന്ന് മനസ്സിലാക്കട്ടെ. അവരാദ്യം പറഞ്ഞ വാക്കുകൾ ഏത് ഭാഷയാണെന്ന് കണ്ടെത്തിയതിന് ശേഷം ആ ദേശത്തേക്ക് പോകുവാനുള്ള ധൈര്യം കാണിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത്തരത്തിൽ ചിലരുടെ ഉള്ളങ്ങൾ തുറന്നു വരട്ടെ. വാ ആമേൻ ഹല്ലേലൂയ. വാചികമാകുന്ന അത്ഭുതം, വോക്കൽ മിറക്കിൾ. വോക്കൽ മിറക്കിൾ, വാചികമാകുന്ന അത്ഭുതം പുറപ്പെടട്ടെ. നിങ്ങളുടെ അധരത്തിലൂടെ പുറപ്പെടട്ടെ. വാചികമാകുന്ന അത്ഭുതം, വോക്കൽ മിറക്കിൾ, വോക്കൽ മിറക്കിൾ, വോക്കൽ മിറക്കിൾ. ബാസ്യേചെ പാരാസ ഫെല്ലതകറ ബഖസന റൂഫല്ലതകസബരതകല റിബാസതനി. വോക്കൽ മിറക്കിൾ, വോക്കൽ മിറക്കിൾ. ഈ അധരങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വോക്കൽ മിറക്കിൾ, ഈ അധരങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ സംസാരിക്കുന്നവരുടെ മേൽ ഭാഷയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കട്ടെ. വാ 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 സെബര സിമന സബല സബന വാഷ്പ്രില ഫാസ്പെതനിലി യാതിയ നതകര ലബതദതന റതഫന തരബല ഖബജബരതകൽ ദിബം ശബര തബസബതനതക ദാകുശബര നബതന ബിലതന റബന ഫസദനി ബിലതന ഔഷതനി. അവിടെ ഞാൻ പറഞ്ഞ ആരംഭത്തിൽ പറഞ്ഞതൊന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. നിന്റെ ശരീരത്തെയും ആത്മാവിനെയും കണക്ട് ചെയ്യുന്നതാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ആമേൻ. ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാകുന്നു, ആത്മീക സംവിധാനമാകുന്നു ഈ ഭാഷ എന്ന് പറയുന്നത്. കാരണം ബുദ്ധിയെ ബൈപ്പാസ് ചെയ്യും, സോളിനെ ബൈപ്പാസ് ചെയ്യും. സോളിനെ ബൈപ്പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈൻഡ് ഇമോഷൻ വില്ലിനെ ബൈപ്പാസ് ചെയ്ത് സ്പിരിറ്റിനെയും ബോഡിയെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുകയാണ് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിന്റെ വികാരങ്ങളുടെ മണ്ഡലത്തിൽ നിനക്ക് നിരാശ, നിനക്ക് വ്യാകുലത, നിനക്ക് ഭയം, അതിനെ ബൈപ്പാസ് ചെയ്ത് സ്പിരിറ്റിലുള്ള വിശ്വാസവും ബോഡിയും തമ്മിൽ കണക്റ്റ് ആകുവാൻ പോകുന്നു. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ റലബനാരദനി അബകാച്ച ബുറബകതര ബിലതുര ബിലതര ബിലതു ഫിലാദികൾ കരദിനവ. ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങളിൽ തന്നെ വൈറസ് ഫ്രീ ആയിട്ടുള്ള ഒരു മേഖലയുണ്ട്. ശരീരത്തിൽ രോഗം കയറും, മനസ്സിനകത്തും രോഗം കയറും. എന്നാൽ രോഗം കയറാത്ത, ഭൂതം കയറാത്ത ഒരു മേഖല കർത്താവ് നിനക്ക് തന്നിട്ടുണ്ട്. നിന്റെ റീക്രിയേറ്റഡ് സ്പിരിറ്റ്. ആരെങ്കിലുമൊക്കെ ഒന്ന് ഉണരണം. ഉഴപ്പിയിരിക്കരുത്. എന്തെങ്കിലും ഉപകാരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിന്റെ റീക്രിയേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ റീക്രിയേറ്റഡ് സ്പിരിറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ്. ഞങ്ങളിവിടെ ബാംഗ്ലൂരിൽ ഉണർവുണ്ടായ സന്ദർഭത്തിൽ അപ്പോസ്തലൻ അങ്കിത് സജ്വാൻ അവர்கள் ആ ഉണർവിൽ വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് ചില നിമിഷങ്ങൾ ലഭിച്ചു. ഞാനിങ്ങനെ ആശയവിനിമയം നടത്തിയ സന്ദർഭത്തിൽ അദ്ദേഹനോട് പറയുമായിരുന്നു, പാസ്റ്റർ, ഞാൻ ഈ പെന്തക്കോസ്റ്റൽ ചർച്ചുകളിലൊന്നും പോയി പ്രസംഗം കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, അതെനിക്ക് രക്ഷയായി തീർന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താണ്? എൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ എൻ്റെ റീക്രിയേറ്റഡ് സ്പിരിറ്റിനെ കുറിച്ചുള്ള റെവലേഷനിലാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്താണ്? ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ ഞങ്ങൾ വരുന്ന രജപുത്ര ഭവനത്തിൽ നിന്നാണ്. രജപുത്ര ഭവനത്തിൽ എൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രവാചകയായിരുന്നു. അവരുടെ നിലയിൽ പ്രവചിക്കുന്ന ആളായിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രോഗം മാറിയ ദിവസമില്ല. വീട്ടിൽ നിന്ന് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഭൂതങ്ങളും മാറിയ ദിവസമില്ല. ഞങ്ങളുടെ വീടൊരു ഭൂതങ്ങളുടെ സങ്കേതമായിരുന്നു.
എനിക്ക് എൻ്റെ ശരീരത്തിൽ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, രോഗം, ഇങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു കഫേയിലിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു മനുഷ്യൻ വരികയുണ്ടായി. അന്ന് അയാൾ പറഞ്ഞ പേരെനിക്കൊന്നും അറിയത്തില്ല. അന്ന് അദ്ദേഹം പറഞ്ഞ പേര് ഇന്നെനിക്കറിയാം, പാസ്റ്റർ എന്നാണ് പറഞ്ഞത്. ഒരു പാസ്റ്റർ വരികയുണ്ടായി. പാസ്റ്റർ വന്ന് എൻ്റെ അരികിലിരുന്നു. ഞങ്ങൾ സംസാരിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കൂട്ടുകാരനെ അറിയാവുന്ന ആളാണ്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ അറിയാതെ പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട്, ഈ വന്ന മനുഷ്യനോട് പറയുകയുണ്ടായി, അയ്യോ അതിനെന്നാ, യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുമല്ലോ. യേശുവിന് വിടുവിക്കാൻ കഴിയുമോ? ഞങ്ങൾ നോക്കാവുന്ന വഴികൾ മുഴുവൻ നോക്കിയിട്ട് നടന്നില്ല, പിന്നെ യേശുവിന് വിടുവിക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, അത് കഴിയും. അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു പ്രാർത്ഥനയായിട്ട് പറയുക, നിങ്ങൾക്ക് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ കഴിയും. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് പറയും. ശരി. ആ കടയിലിരുന്നു കൊണ്ട്, പ്രത്യേകിച്ച് യാതൊരു വികാരങ്ങളുമില്ലാതെ, ബൈബിളിൽ നിന്നൊരു നോളജും ഇല്ലാതെ, ഒരു സ്ക്രിപ്ചറും വായിക്കാതെ, ആ പാസ്റ്റർ പ്രാർത്ഥന സിന്നേഴ്സ് പ്രയർ പറഞ്ഞു കൊടുത്തു. ആ സിന്നേഴ്സ് പ്രയർ അപ്പോസ്തലൻ അങ്കിത് സജ്വാൻ അതുപോലെ ഏറ്റു പറഞ്ഞു, കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞാൻ ഇന്ന് മുതലൊരു ദൈവവേദനൊരു സിന്നേഴ്സ് പ്രയർ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ പോവുകയും ചെയ്തു. അയാളെ ഇന്നുവരെ അദ്ദേഹത്തിന് അറിയത്തുമില്ല. അങ്ങനെ ആ ഇൻ ദ സെൻസ് ദാറ്റ് ആ ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് എന്തായാലും അവർ പിരിഞ്ഞു പോയതിന് ശേഷമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ, വീട്ടിനകത്തോട്ട് കയറുന്ന സന്ദർഭത്തിൽ തനിക്ക് പെട്ടെന്നറിയാം എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു. പെട്ടെന്ന് തൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ തനിക്ക് കാണാം, തൻ്റെ റീക്രിയേറ്റഡ് സ്പിരിറ്റും തൻ്റെ ഉള്ളിലുള്ള ഹെറിഡിറ്ററി സ്പിരിറ്റും തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണ്. എന്താണ് നടക്കുന്നത്? റീക്രിയേറ്റഡ് സ്പിരിറ്റും ഹെറിഡിറ്ററി സ്പിരിറ്റും. അതിനെ ഈ ഒരു ദുരാത്മാവായിരുന്നു ഈ ജീവിതത്തെ മുഴുവൻ നരകമാക്കിയത്. ഒരു ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒന്നും ഇദ്ദേഹത്തിന് പറയാനൊന്നും അറിയത്തില്ലല്ലോ. ഈ റീക്രിയേറ്റഡ് സ്പിരിറ്റിൻ്റെ മുൻപിൽ ഈ ദുരാത്മാവിന് നിൽക്കാൻ കഴിയാതെ അത് ഈ ശരീരത്തെ വിട്ടുപോകുന്നു. ഓ വാ 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 വാ. അവിടെയാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. അന്ന് എനിക്ക് മനസ്സിലായി, ഈ പ്രപഞ്ചത്തിലെ സകല ഭൂതങ്ങളെക്കാട്ടിലും, ആ ഭൂതങ്ങളുടെ തലവനെക്കാട്ടിലും ശക്തിയുള്ളതാണ് രക്ഷിക്കപ്പെട്ട എൻ്റെ ആത്മാവ്. വാ 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 വാ. കത്തണം, കത്തണം. ഇതൊക്കെ കേൾക്കുമ്പോൾ കാത്തി കയറണം. ഇല്ല, ഞാൻ കത്തും. അങ്ങനെയാണ് തൻ്റെ മേൽ സൗഖ്യം സംഭവിച്ചത്. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ താൻ അടുക്കളയിലോട്ട് പോയി മമ്മിയോട് പറയാൻ വേണ്ടി പോയി. മമ്മി അടുക്കളയിൽ തലയ്ക്ക് ഭയങ്കര കഠിന വേദനയായിട്ട് തല കെട്ടിയിട്ട് ഇങ്ങനെ നിന്ന് പണി ചെയ്യുകയാണ്. അടുക്കളയിൽ ചെന്നു, അമ്മ ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് പറയാം. എന്ന് പറഞ്ഞ അമ്മ അടിച്ച് താഴെ പോയി, ഭൂതമിളകി. ഇവിടെ രക്ഷിക്കപ്പെട്ട മനുഷ്യനാണ് വന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അമ്മയിലെ ഭൂതമിളകി. അമ്മയുടെ ഭൂതത്തെ പുറത്തിറക്കി. അങ്ങനെയാണ് ശുശ്രൂഷയിലേക്ക് വരുന്നത്. ഇത് നമുക്കാർക്കും, നിങ്ങൾക്ക് പെന്തക്കോസ്തിൽ, ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നതാണ്, ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. പിന്നെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് അഭിഷക്തരുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സത്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പം അതുകൊണ്ട് നിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മനസ്സുണ്ടല്ലോ, അതാണ് നിൻ്റെ പ്രശ്നക്കാരൻ. അവൻ ചുമ്മാതെ ആവശ്യമില്ലാതെ ചിന്തകൾ കൊണ്ടുവരും, ആവശ്യമില്ലാതെ നിരാശ കൊണ്ടുവരും, ആവശ്യമില്ലാതെ ഭയം കൊണ്ടുവരും. എന്നാൽ ഇതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നിൻ്റെ സ്പിരിറ്റിനെയും നിൻ്റെ ബോഡിയെയും തമ്മിൽ കണക്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ടൂളാകുന്നു സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ്. എൻ്റെ മനസ്സ്, അതിനെക്കുറിച്ച് ഞാൻ പ്രഭാതത്തിൽ പറഞ്ഞു, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പട്ടിയുടെ വാല് പോലെയാണ്. നേരെയാക്കാൻ വേണ്ടി നീ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നിൻ്റെ മനസ്സ് അത് നേരെയാകത്തില്ല.
അതിനെ നമുക്ക് ക്രമത്തിൽ കൊണ്ടുവരാൻ കഴിയും. മാനസികമായിട്ടുള്ള പല മേഖലകളിലും നമുക്ക് വളർച്ച പ്രാപിച്ച് മാച്യൂരിറ്റിയിലേക്ക് വരാം. എന്നാൽ പോലും ഇത്ര 10-30 വർഷം ഞാൻ എൻ്റെ മനസ്സിൽ വർക്ക് ചെയ്താൽ പോലും ഇപ്പോഴും ഇടയ്ക്ക് മനസ്സ് പറയും, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇതൊന്നും ശരി. പല അഭിപ്രായങ്ങളാണ് മനസ്സിന്, നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ ഇപ്പോഴും പുറപ്പെടുവിക്കാൻ അതിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവനെ ആടിച്ചമർത്തണം, ഇവനെ ആടിച്ചമർത്തി സബ്ജക്ഷനിലേക്ക് കൊണ്ടുവരണം. ഇവനൊരു അനാവശ്യമാകുന്ന നിരാശയെ പുറപ്പെടുവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും? അന്യഭാഷയിൽ സംസാരിക്കും. ഇവൻ നിരാശ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പ്രതികരണങ്ങൾ ശരീരത്തിൽ വെളിപ്പെടും. മനസ്സും ശരീരവും തമ്മിൽ ബന്ധമില്ലേ? ഉടൻ മനസ്സിൻ്റെ പ്രതികരണങ്ങൾ ശരീരത്തിൽ വെളിപ്പെടും. അതിനനുവദിക്കാതെ മനസ്സിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സ്പിരിറ്റിനെയും ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കും. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഈ പുള്ളിയെ നമ്മൾ അട്ടിമറിക്കും. അവനെ അട്ടിമറിച്ച് ആത്മാവിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവന്ന് ഈ സാധ്യതകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പാട്ട് പാടുന്നുണ്ടെയോ അല്ലെങ്കിൽ ചർച്ച വരുമ്പോഴോ ഒരു വർഷിപ്പിൻ്റെ ഭാഗമായി പാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്പിരിറ്റിൽ 2 വാക്ക് സംസാരിക്കണം. അതൊരു ആ സംവിധാനത്തിൻ്റെ ഒരു മത സംവിധാനത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമെന്ന് മാത്രമാണ് നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ധരിച്ചിരുന്നത്. എന്നാൽ 10,000-കണക്കിന് സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു അമാനുഷികമാകുന്ന പ്രകൃതിയാതീതമാകുന്ന ദൈവത്തിൻ്റെ ടൂളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ദൈവത്തിൻ്റെ ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമാകുന്നു എന്നുള്ള വെളിപ്പാടിലേക്ക് നീ വരികയാണെങ്കിൽ, നീ നിന്റെ മാതൃഭാഷയേക്കാൾ കൂടുതൽ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങും. ഭാഷ വിപ്ലവം സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ മേലൊക്കെയോ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം വരട്ടെ, 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 വരട്ടെ. ആരുടെയൊക്കെയോ അധരങ്ങളിൽ അസാധാരണമാകുന്ന ശക്തിയുടെ സ്പർശനം ഉണ്ടാകട്ടെ. ഓ യെസ്, ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. ഒരു ഉയർച്ച സംഭവിച്ചിരിക്കുകയാണ്. ഇനി വെറുതെ ഇരിക്കരുത്. എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഉയർച്ചയിൽ വെളിപ്പെട്ടിരിക്കുന്ന എല്ലാ സാധ്യതകളെയും ഞാൻ മുതലെടുക്കാൻ പോകുകയാണ്. അതെൻ്റേതായി തീരുവാൻ പോകുകയാണ്. ഞാൻ അതിൻ്റെ അവകാശിയാകുന്നു എന്നുള്ള ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ അത് എൻ്റേതാക്കി തീർക്കുവാൻ പോകുകയാണ്. അതിനുവേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാകുന്ന ഭാഷാ വിപ്ലവത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. എൻ്റെ ഭാഷയിൽ ഒരു വിപ്ലവം സംഭവിക്കുവാൻ പോകുന്നു. Oh, come on, hallelujah. Hoto vella thami nakar badani bedala khabar dvini athare gala thiri bor bakatu da bilaka da gal kana masuta bina kala bidora bilaka da gal kana tat ka bina tagala tere bakota da tere ja ko shab ratna bilaka da bina tagala tere anbar chole bidana sagal kana thage labo thofana ra dani sabata babu sobi tobel boro sobi la thomana sabana tere Jomena Shembertini Manakatarabile of a Sheptin Liam Turbadini. ഈ ഒരു കാരണത്താൽ ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിലെ ഒരു അധ്യായം മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് വിശദീകരിക്കുകയാണ്. അതിൽ തന്നെ അന്യഭാഷയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്. പ്രകൃതിയുടെ മുഴുവൻ ഉടമസ്ഥനും സൃഷ്ടിതാവുമാകുന്ന വലിയവനാകുന്ന ദൈവം, ബില്യൺസ് ഓഫ് കാര്യങ്ങളിൽ ഒരേപോലെ ഇടപെടുന്നവനാകുന്ന ദൈവം, ആ ദൈവത്തോട് പേഴ്സണൽ ടോക്കിന് എളിയവനാകുന്ന എനിക്കൊരു അവസരം ലഭിക്കുക. അത്ഭുതകരം. ഓ വാ 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 മുസഫിൽ തറഫ ഖാസത്തി ജൗഫൽ തറ 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 Vasa batiri yalla gadara vedala dara dara zor bicho finna chere labadu vadene ke labadene ma spathanele
നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ചില മേഖലകളിലുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊരു അപ്പസ്തോലനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും. ഞാൻ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അപ്പസ്തോലൻ അങ്കിസ് തജ്വാനെ ഒരു 15 മിനിറ്റ് എനിക്ക് കിട്ടിയതാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയത്. ഇതുപോലെ പല കാര്യങ്ങൾ നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒരാളിനെ കിട്ടിയാൽ അടുപ്പമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരാളിനെ നിങ്ങൾക്ക് അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിടാതെ സംസാരിക്കും. ഇവിടെ വന്നിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിതാവാകുന്ന, ചരാചാരങ്ങളുടെ മുഴുവൻ ഉടയവനാകുന്ന, സർവത്തിൻ്റെ മേലും അധികാരമുള്ള വലിയവനാകുന്ന ദൈവത്തോട് പേഴ്സണൽ ടോക്കിനൊരു അവസരം ലഭിക്കുകയാണ്. വിട്ടുകൊടുക്കരുത്, 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 വിട്ടുകൊടുക്കരുത്. കിട്ടിയിരിക്കുന്ന അവസരമാണ്, നഷ്ടമാക്കരുത്. സംസാരിച്ചോണം, സംസാരിച്ചോണം. വിട്ടുകൊടുക്കരുത്, 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 വിട്ടുകൊടുക്കരുത്. സംസാരിച്ചോണം, 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 സംസാരിച്ചോണം. ആമേൻ. നീ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. നീ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ അത്ഭുതമാണ്. ആരും നിനക്ക് മനസ്സിലാകുന്നില്ല, നിൻ്റെ അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. ഇത് മനസ്സിലാകുന്നില്ല എന്നത് സംസാരിക്കുന്നതിന് തടസ്സമല്ല. മനസ്സിലാകുന്ന നിലവാരത്തിലേക്കും ദൈവത്തിന് തന്നെ ഉയർത്തുവാൻ കഴിയും. അതും പരിശുദ്ധാത്മാവിനാലാണ് സംഭവിക്കുന്നത്. നീ സംസാരിച്ചോണം. സംസാരിക്കുമ്പോൾ ഓർക്കുക, നിനക്ക് മനസ്സിലാകുന്നില്ല, അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല എന്നത് ഒരു വലിയ അനുകൂലതയായിട്ടാണ്, അല്ലെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് കാണേണ്ടത്. കാരണം അതുകൊണ്ട് പിശാചിനും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. അങ്ങനെയെങ്കിൽ പിശാചിനെ കൺഫ്യൂസ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് സ്പീക്ക് ഇൻ അതർ ടങ്സ്. നിന്റെ ഭവനത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന പൈശാചിക ശക്തികൾ, നിന്റെ ദേശത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുന്ന പൈശാചിക ശക്തികൾ, അതിനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി സ്പീക്ക് ഇൻ അതർ ടങ്സ്. അവനെ കൺഫ്യൂസ് ചെയ്യാൻ കഴിയും. നീ സംസാരിക്കുമ്പോൾ അവനെ നീ കൺഫ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ ഇവിടെയൊക്കെ ഇരിക്കുന്നവർക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നില്ലെങ്കിലും നിങ്ങളങ്ങ് ബൈ ഫെയ്ത്ത് അങ്ങ് ആരാധിക്കണം. ഞാൻ എൻ്റെ വൈഫും കൂടെ ഒരു വലിയ ദേവാസിനെ കാണാനൊരു അവസരം ലഭിച്ചപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എൻ്റെ വൈഫ് അങ്ങനെ ആത്മവിശ്വാസത്തിലൊന്നും വീഴാറില്ല. ഞാൻ വീഴാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. എപ്പോൾ വേണേലും റെഡിയാണ്. അങ്ങനെയാണ് നമ്മളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അപ്പം എൻ്റെ വൈഫ് ആത്മവിശ്വാസത്തിൽ വീഴുമോ എന്നെനിക്കൊരു സന്ദേഹം ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ബൈ ഫെയ്ത്ത് ആണെങ്കിലും അങ്ങ് വിധേയപ്പെടുത്തി കൊടുക്കണം. ആമേൻ. ബൈ ഫെയ്ത്ത്. അവിടെ ഒരു അനുഗ്രഹമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല, ഒരു അനുഭവം ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിലും വാ തുറന്ന് അന്യഭാഷയൊക്കെ പറഞ്ഞ കൈയൊക്കെ അങ്ങ് അടിച്ച് ഒന്ന് സഹകരിക്കുക. എന്തായാലും നമ്മൾ ഈ വൈകുന്നേരം ഇവിടെ കൂടുതലല്ലേ. അവിടെ നിങ്ങളുടെ ഒരു സഹകരണം അങ്ങ് വിട്ടുകൊടുക്കണം. ഇപ്പോൾ എൻ്റെ അമ്മ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പിള്ളേരും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ അമ്മ ചിലപ്പം പുഴുക്കായിരിക്കും ഉണ്ടാക്കുന്നത്. ചേന, കാച്ചിൽ, പിന്നെ ചേമ്പ്, ഇതെല്ലാം കൂടെ പുഴുങ്ങി കൊണ്ടായിരിക്കും വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല. രാവിലെ വല്ല പുട്ടോ ദോശയോ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അമ്മ വരുന്നുണ്ടെങ്കിൽ വലിയൊരു ഒരു വ്യത്യസ്തമാകുന്ന മുഖഭാവത്തോടും ഇഷ്ടക്കേട് പുഴുക്കാണോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവിടെ ഒരു ചേമ്പെടുത്തിട്ട് അങ്ങ് കഴിക്കും. ഓ, എന്തൊരു ടേസ്റ്റാന്ന് പറയും. അപ്പോൾ ഓരോരുത്തർ ഓരോ അറ്റത്ത് കയറി പിടിക്കും.
എന്നത് പറയുന്ന പോലെ നിങ്ങളെ ഇന്ന് കഴിപ്പിച്ചു വിടുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. Take it, take it, take it, take it. നിന്റെ അകത്തൊരു തീ കത്തണം. നിന്റെ ഭാഷയിൽ ഒരു വിപ്ലവം സംഭവിക്കണം. ഒരു വോക്കൽ മിറക്കിൾ സംഭവിച്ചതിന് ശേഷം ഡെയിലി മിറക്കിളുകളെ പുറപ്പെടുവിക്കുവാനുള്ള സംവിധാനം നിന്റെ അധരത്തിൽ കർത്താവ് നൽകി തന്നതിന് ശേഷം നീ വെറുതെ ഇരിക്കുവാൻ വേണ്ടിയല്ല, നീ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നീ ഒരു ഭാഷാ വിപ്ലവത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. Come on, respond to the Holy Spirit. നീ ഒരു ഭാഷാ വിപ്ലവത്തിലേക്ക് പ്രവേശിക്കട്ടെ. പിശാചിനെ കൺഫ്യൂസ് ചെയ്യുവാൻ അന്യഭാഷ ഉപയോഗിക്കുക മാത്രമല്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ ആത്മാവിൽ മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്. മർമ്മം എന്ന് പറയുന്ന ഹിഡൻ വിസ്ഡം ഓഫ് ഗോഡ് ആണ്. മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം. ഇതിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത്? മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം. അത്ഭുതകരം, 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 അത്ഭുതകരം. രാത്രിയിൽ സൂപ്പർ നാച്ചുറൽ വിസ്ഡം ആഗ്രഹിക്കുന്ന എത്ര പേർ ഇതിൻ്റെ നടുവിലുണ്ട്? So simple. Come on, come on, come on. Hallelujah. Wisdom, 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 wisdom. Take. ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുന്നു. Supernatural wisdom. Manchar kelbaro fatani labara badada. Jaka shabarana tene. Jana samriya tene liam tene. Hey. Thodate. അഭിഷേകം നിന്നെ തൊടട്ടെ. ഈ രാത്രിയിൽ നിന്റെ മേലൊരു പകർച്ച സംഭവിക്കട്ടെ. Hallelujah, 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 hallelujah. Ozabara viseketibino felatere bakana takana. Rovia sevetekeli bohotana. Akshafilla tanmaro fanasateri. Supernatural wisdom. Hallelujah. നമ്മളെല്ലാം സ്കൂളിൽ പോയി നമുക്ക് നോളജ് ലഭിച്ചിട്ടുണ്ട്, പഠിച്ചവരാണ്. എന്നാൽ അതുമാത്രം പോരാ. ദൈവരാജ്യത്തിൽ നീ വിജയിയായി തീരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വിസ്ഡം നിനക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ ശലോമോൻ അത് ലഭിച്ചു. ശലോമോന് സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനായതിനു ശേഷം കർത്താവ് അത് ഗിഫ്റ്റായിട്ടാണ് കൊടുത്തത്. ഈ സൂപ്പർ നാച്ചുറൽ വിസ്ഡം പഠിച്ച് കിട്ടത്തില്ല. നിങ്ങൾ എത്ര കുത്തിയിരുന്ന് പഠിച്ചാലും ദൈവത്തിൻ്റെ വിസ്ഡം നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് പഠനത്തിലൂടെ കിട്ടത്തില്ല, അത് ഗിഫ്റ്റായിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ക്രൈസ്റ്റിനെ നൽകിയിരിക്കുന്നത്. ആമേൻ. ക്രൈസ്റ്റ് ഈസ് അവർ വിസ്ഡം എന്നാണ് 1 കൊരിന്ത്യർ 1:30 പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് അവർ, ക്രിസ്തു ജ്ഞാനമാണ്. ക്രിസ്തു ജ്ഞാനമാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴും യെശയ്യാവ് ആമേൻ 11:2 പറയുന്നത് ആമേൻ, പരിശുദ്ധാത്മാവ്, വിസ്ഡം, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. അപ്പോൾ നിനക്കിനി സ്വപ്നത്തിൽ വന്നിട്ട് കർത്താവ് ഗിഫ്റ്റായിട്ട് വിസ്ഡം ഒന്നും തരേണ്ട കാര്യമില്ല. നിന്റെ അകത്ത് വിസ്ഡം ഇരിപ്പുണ്ട്.
യോ ഹോ ഹോ ഹോ. വാ വാ വാ. ഹാ ഹാ. വാ. ഈ വിസ്ഡം അകത്തിരിപ്പുണ്ടെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ എത്ര പേർ ആ വിസ്ഡത്തെ സജീവമാക്കി ഉപയോഗിക്കുന്നുണ്ട്? അതാണ് ചോദ്യം. നല്ലൊരു ശതമാനം ആളുകൾ അത് ഉപയോഗിക്കുന്നില്ല. ഇന്നെങ്കിലും അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായിട്ട് ആ വിസ്ഡത്തെ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾക്ക് സക്സീഡഡ് ആകുമ്പോൾ നിങ്ങൾ ഓൾറെഡി സക്സീഡഡ് ആണ്. നിങ്ങൾ എല്ലാ മേഖലയിലും വിജയികളായിത്തീരും. ഇതൊന്നും ഇല്ലാത്ത പഴയ വിശ്വാസികളോട് പറയുന്ന വാട്ട് എവർ ഹി ഡസ് ഷാൽ പ്രോസ്പർ എന്നാണ് പറയുന്നത്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്തോ ടൈപ്പ് മനുഷ്യരാണത്? ചെയ്യുന്നതൊക്കെയും സാധിക്കും. നീ നിലവാരത്തിലാണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. നീ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിനക്ക് ആത്മാവിൽ അറിയാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന്. കാരണം നിനക്ക് വിശ്വമുണ്ട്. വിശ്വമുള്ളത് കൊണ്ട് ദൈവത്തിന് ആഗ്രഹമുള്ള കാര്യമേ നീ ചെയ്യത്തുള്ളൂ. ചെയ്താൽ നിനക്ക് വിജയമാണ്. വാട്ട് എവർ ഹി ഡസ് ഷാൽ പ്രോസ്പർ. ഓഹോ ഓഹോ ഹോ 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 ഹോ. ഹാ ഹാ ഹാ. ഭാഷ പിള്ളേരാല. അപ്പൊ ഈ വ്യത്യസ്ത വിൻഡോസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തു തന്നെ വിശദമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു ജ്ഞാനത്തിൻ്റെ ആത്മാവ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സംവിധാനങ്ങൾ വ്യത്യസ്തമാകുന്ന നിലകളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ വിവിധ നിലകളിൽ ഷട്ട് ഡൗൺ ചെയ്യാൻ കഴിയത്തില്ലേ? ടേൺ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ വിവിധ നിലകളിൽ ടേൺ ഓഫ് ചെയ്യാൻ കഴിയത്തില്ലേ? ടേൺ ഓൺ ചെയ്യാൻ കഴിയത്തില്ലേ? എന്നതുപോലെ ഇവിടെയും പല സംവിധാനങ്ങളാണ്. വിശുദ്ധത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ക്രൈസ്റ്റ് വിശുദ്ധമായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഹോളി സ്പിരിറ്റ് വിശുദ്ധമായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്യഭാഷയിൽ സംസാരിച്ചാൽ മതി, നിങ്ങൾക്ക് വിശുദ്ധം കിട്ടാൻ പോകുകയാണ്. ഇതപ്പോൾ ഇവിടെ വെറുതെ പറയാൻ വേണ്ടി മാത്രമുള്ളതാണോ? അല്ല. നിന്റെ ജീവിതത്തിൽ വിശുദ്ധമുള്ളവരുടെ ക്വാളിറ്റി എന്താണ്? വിശുദ്ധമുള്ളവർ പ്രോബ്ലം സോൾവേഴ്സ് ആണ്. വിശുദ്ധമുള്ളവർ പ്രോബ്ലം സോൾവേഴ്സ് ആണ്. വാ. ഫാമിലി പ്രോബ്ലം ഉള്ളവർ ഞങ്ങളുടെ അടുക്ക് വരുന്നു. ഞാൻ ചിന്തിക്കട്ടെ, ഈ ഫാമിലി പ്രോബ്ലം എന്തിനാ എൻ്റെ അടുക്ക് വരുന്നത്? അഭിഷേകമുള്ളവർ ഇവിടെ വന്ന് കർത്താവിൻ്റെ ദാസൻ്റെ അടുക്കൽ സിസ്റ്റർ ദീപ ദേവദാസ്, കർത്താവിൻ ദാസ് സിസ്റ്റർ ദീപയുടെ അടിയിൽ വരുന്നു. ഇവരെന്തിനായി വരുന്നത്? വിസ്ഡം. ഇതിനെ സോൾവ് ചെയ്യുവാനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുവാൻ അങ്ങനെയുള്ളവരുടെ മേൽ അഭിഷേകം കൊടുക്കും. നിന്നെ ഒരു പ്രോബ്ലം സോൾവറാക്കി കർത്താവ് മാറ്റാൻ പോകുകയാണ്. ഇനിയൊരു പ്രോബ്ലം സോൾവറാക്കി മാറ്റാൻ പോകുന്നു. ഞങ്ങളുടെ വീട് പണി നടക്കുമ്പോൾ ഒരു കിണർ കുഴിക്കണം. അപ്പോൾ കിണർ കുഴിക്കണമെങ്കിൽ ആളുകളെ വിളിച്ചിട്ട് ഇങ്ങനെ സ്ഥാനം നോക്കണം. ഇങ്ങനെ നടന്നു പോയിട്ട് അയാൾ പോയി നിൽക്കുന്നിടത്താണ് കിണർ കുഴിക്കേണ്ടത്. ഞാൻ പറഞ്ഞു തന്നെ ഇവിടോട്ട് കുഴിച്ചോളാൻ പറഞ്ഞു. ഒരിക്കലും വെള്ളം കിട്ടാൻ സാധ്യത ഇല്ലാത്തടത്തോട്ട് കുഴിച്ചോളാൻ പറഞ്ഞു. പ്രോബ്ലം സോൾവേഴ്സായിട്ട് കർത്താവ് നിന്നെ മാറ്റാൻ പോകുകയാണ്. വാ, ഹല്ലേലൂയ, ആമേൻ. നീ ഒരു പ്രോബ്ലം സോൾവറായി മാറുവാൻ തക്കവണ്ണമുള്ള വിസ്ഡത്തെ കർത്താവ് നൽകി തരാൻ പോകുകയാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഒരു ചർച്ച് കൺസ്ട്രക്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടായ സന്ദർഭത്തിൽ ആർക്കിടെക്റ്റിനും എഞ്ചിനീയർക്കും സൊല്യൂഷൻ അറിയത്തില്ല. ആ പാസ്റ്റർ പോയി രാത്രി പോയി അന്യഭാഷയെ പ്രാർത്ഥിച്ചു. 3 മണിക്കൂർ അന്യഭാഷയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഒരു വരച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ആർക്കിടെക്റ്റ് പറഞ്ഞു, എടാ ആർക്കിടെക്റ്റിനില്ലാത്ത വിശുദ്ധം ഒന്നും അറിയാത്ത നിനക്ക് എവിടെ നിന്ന് കിട്ടി? വാ 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 വാ. ചിലതിനെ പണിയുവാനുള്ള വിശുദ്ധത്തെ കർത്താവ് നൽകി തരുവാൻ പോകുകയാണ്. ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള വിശുദ്ധത്തെ കർത്താവ് നൽകി തരുവാൻ പോകുകയാണ്. ചില പുതിയ മേഖലകളെ തൊടുവാൻ വേണ്ടിയുള്ള വിശുദ്ധത്തെ കർത്താവ് നൽകി തരാൻ പോകുകയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്വീകരിച്ചോണം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ. ഇതുവരെ നീ കയറിയിട്ടില്ലാത്ത ചില മേഖലകളിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ വേണ്ടിയുള്ള വിശുദ്ധത്തെ കർത്താവ് നൽകി തരുവാൻ പോകുന്നു. അസാധാരണമാകുന്ന നിലകളിൽ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള
ജ്ഞാനത്തെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകി തരാൻ പോവുകയാണ്. പാസ്റ്റർ ബിൽ വിൻസ്റ്റൺ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു അഭിഷക്തനാണ്. അദ്ദേഹത്തിൻ്റെ ചേർച്ച് വളർന്ന സന്ദർഭത്തിൽ 15,000-ഓളം ആളുകളായി കഴിഞ്ഞ സന്ദർഭത്തിൽ അവർക്ക് അന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലം പോരാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വലിയൊരു മോള് വാങ്ങിയിട്ട് ആ മോള് റിനോവേറ്റ് ചെയ്ത് ചർച്ചാക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ സിറ്റി അധികൃതർ അവരത് അറിയുകയുണ്ടായി, സിറ്റി കൗൺസിൽ അറിയുകയുണ്ടായി. പെട്ടെന്ന് തന്നെ അവരൊരു ലോ പാസ്സാക്കുവാൻ വേണ്ടി ഉടനെ ഒരു ലോ കൊണ്ടുവരുവാൻ വേണ്ടി തീരുമാനമെടുത്തു. ഈ മോളുകൾ ചർച്ചുകളാക്കാൻ കഴിയുകയില്ല, അതുപോലെയുള്ള ഇടങ്ങൾ വർഷിപ്പ് പ്ലേസസ് ആക്കാൻ കഴിയുകയില്ല എന്നുള്ള അവർക്ക് മനസ്സിലായി. ഈ മോൾ ഇത് ചർച്ചാക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവർ എടുത്ത തീരുമാനമാണ്. അപ്പോൾ അത് നടപ്പാക്കാൻ പോകുന്നു ചർച്ച അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എല്ലാം വിളിച്ചു സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, പാസ്റ്റർ ഇതൊരു സിറ്റി കൗൺസിൽ എടുക്കുന്ന തീരുമാനം, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നമുക്കിവിടെ ചർച്ച് റൺ ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. ഇനി നമ്മൾ കേസിന് പോവുകയാണെങ്കിൽ തന്നെ വർഷങ്ങളെടുക്കും അതിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ പാസ്റ്റർക്ക് മനസ്സിലായി ഇവരിൽ നിന്നും ഒരു സൊല്യൂഷൻ ലഭിക്കാൻ പോകുന്നില്ല. പാസ്റ്റർ ഉടനെ തന്നെ ആ മീറ്റിംഗ് പിരിച്ചുവിട്ടതിന് ശേഷം നേരത്തെ പോയി കിടന്നുറങ്ങി. 10 മണിക്ക് മുൻപ് തന്നെ കിടന്നുറങ്ങി. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റു. 3 മണിക്ക് എഴുന്നേറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 3 മണിക്കൂറോളം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 6 മണിയായപ്പോൾ കർത്താവ് തന്നോട് സംസാരിച്ചു. കർത്താവ് പറഞ്ഞു, ഇന്ന് രാവിലെ തന്നെ നീ പോയി സിറ്റി മേയറെ നേരിട്ട് കാണുക. ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുക, സിറ്റി മേയറെ പോയി നേരിട്ട് കാണുക. അതിനുശേഷം സിറ്റി മേയറുടെ ഇടയിൽ ചെന്നിട്ട് റോമാലേഖനം 15-ാമത്തെ അധ്യായം അധികാരികൾക്ക് കീഴ്പ്പെടുക എന്നുള്ള അധ്യായമാണ്. അതോറിറ്റീസിന് കീഴ്പ്പെടുക എന്നുള്ള അധ്യായമാണ്. അത് പോയി സിറ്റി മേയറുടെ മുൻപിൽ എഴുന്നേറ്റ് ഒന്ന് വായിക്കുക എന്ന് പറഞ്ഞു. വിചിത്രമായി തോന്നും. ദൈവത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ ചില സൊല്യൂഷൻസ് തരുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നും. സിറ്റി മേയറുടെ മുൻപിൽ പോയി റോമാലേഖനം 15 വായിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ദേവദാസന് അന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി. രാവിലെ സിറ്റി മേയറുടെ അടുക്കൽ ചെന്നു മേയറുടെ മുറിയിൽ കയറി ഈ ദേവദാസനോട് ഇരിക്കാൻ പറയുന്ന സന്ദർഭത്തിൽ ദേവദാസൻ പറഞ്ഞു, ഞാൻ ബൈബിൾ വായിക്കാൻ വേണ്ടി വന്നതാണ്. റോമാലേഖനം എടുത്തു വായിക്കാൻ തുടങ്ങി. അവൾ സിറ്റി മേയർക്ക് കാര്യം മനസ്സിലായി. അവർ ചാടി എഴുന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം ആ മോളിൽ ചർച്ച നടത്തണമെന്നല്ലേ നിങ്ങളുടെ ആവശ്യം? ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. അവർ പറഞ്ഞു, നിയമം പാസ്സാകാൻ പോകുന്നത് അടുത്ത കൗൺസിൽ മീറ്റിങ്ങിലാണ് നിയമം പാസ്സാകാൻ പോകുന്നത്. ഇന്ന് തന്നെ നിങ്ങൾ സഭ അവിടെ തുടങ്ങാമെന്നുണ്ടെങ്കിൽ നിയമം വരുന്നതിന് മുമ്പ് ചർച്ച് വന്നു കഴിഞ്ഞു, നിങ്ങളെ പിന്നെ മാറ്റാനൊക്കത്തില്ല. വാ ഹല്ലേലൂയ. പ്രാർത്ഥനക്കാർ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ കർത്താവ് നിനക്ക് വിസ്ഡം തരാൻ പോകുകയാണ്. ആ ദേവദാസനെ പരിശുദ്ധാത്മാവ് തൊടുന്നു. നീ മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആത്മാവിൽ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ അസാധാരണമാകുന്ന സ്വസ്ഥതയിലേക്ക് ദൈവം നിന്നെ നടത്തുവാൻ പോകുകയാണ്. ഇസ്യാവ് 28 നമ്മൾ വായിക്കുന്നത് പോലെ ഭയങ്കര സ്വസ്ഥത കിട്ടാൻ പോകുകയാണ്. നീ റിഫ്രഷ്ഡായി തീരാൻ പോകുകയാണ്. ഭയങ്കരമായിട്ടൊരു ആത്മീക തേജസ്, ആത്മീകമാകുന്ന ഒരു ഉണർവ് നിന്റെ മേൽ പരിശുദ്ധാത്മാവ് അയക്കുവാൻ പോകുന്നു. സ്പീക്ക് ഇൻ അതർ ടങ്സ്. ഹല്ലേലൂയ. ദിനംതോറും ഒരു ആത്മീക ഉണർവിൽ നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം സമയം അന്യഭാഷയിൽ സംസാരിക്കുക. ഏതൊക്കെ സമയം സാധ്യതകൾ ലഭിക്കും ആ സമയങ്ങളിലെല്ലാം അന്യഭാഷകളിൽ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ വേറെയാണല്ലോ. അത് നിങ്ങൾ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതാണ് പൗലോസ് പറയുന്നത്, നീ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ബുദ്ധി അബലമായിരിക്കുന്നത്. ബുദ്ധി വേറെയൊക്കെ ചിന്തിച്ചെന്നിരിക്കും. അങ്ങനെ ബുദ്ധി വേറെ എന്തൊക്കെയോ ചിന്തിക്കുന്നു എന്നത് നിനക്കൊരു പ്രോബ്ലമാക്കി എടുക്കേണ്ട കാര്യമില്ല. നീ അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ നീ അങ്ങനെ തുടർച്ചയായിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആ നിലയിൽ ഒരു 21 ഡേയ്സ് തുടർച്ചയായിട്ട് മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്ക് ബോധ്യം വരുന്ന സമയങ്ങളിലെല്ലാം വാതുറന്ന് നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് പിന്നെ നിങ്ങളുടെ വായുടെ സഹായമില്ലാതെ
അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഒരു വിൻഡോ അങ്ങ് ഓപ്പൺ ആകും. ഓഹോ 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 വാ 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 വാ. ജഗല മകന ഹദിരെ ലക്കതു ഫിന ദഗത നമക സകത ദീക്ഷ തബിലാത് ബനത കൽക നനു വതര ബിന ഖതര തകൽക നോഷ തന ബഗല ദുര ബദനത ദിനോ ഹുൽ ബറകതു ബനത കൽക. Take it. ലക്കത ഫില തരബക സകത നതക. അശാലെ റഗനെ അസബദന ദകൽക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിന് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഒരേ സമയം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിന് ഉറക്കത്തിൻ്റെ ആവശ്യമില്ല, മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഒരേ സമയത്ത് ചെയ്യാൻ കഴിയും. നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് ആക്റ്റീവാണ്. ഹ്യൂമൻ സ്പിരിറ്റിൽ നിന്നാണ് ഫസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ സ്പിരിറ്റിനെ നിങ്ങൾക്ക് ഒരു വിൻഡോ അങ്ങ് ഓപ്പൺ ആക്കാം. അന്യഭാഷയിൽ 24 hours ഹ്യൂമൻ സ്പിരിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും എൻ്റെ ആത്മാവ് ഇങ്ങനെ അന്യഭാഷ. ഇപ്പോഴെൻ്റെ ആത്മാവ് ഫുൾ ടൈം അന്യഭാഷ. വാ തുറന്നു അന്യഭാഷ പറയുന്നുണ്ട്. എന്നാൽ അത് കൂടാതെ തന്നെ നിൻ്റെ ഹ്യൂമൻ സ്പിരിറ്റിനെ നിനക്ക് ആക്റ്റീവ് ആക്കുവാൻ കഴിയും. നിൻ്റെ ഹ്യൂമൻ സ്പിരിറ്റ് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നിൻ്റെ വാ ചലിക്കാതെ തന്നെ ഹ്യൂമൻ സ്പിരിറ്റ് അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. കാരണം ഈ ലാംഗ്വേജ് വരുന്നത് സ്പിരിറ്റിൽ നിന്നാണ്. ഈ സ്പിരിറ്റിൽ നിന്ന് വരുന്ന ലാംഗ്വേജ് ആക്കുന്നതിനാൽ എൻ്റെ ഹ്യൂമൻ സ്പിരിറ്റ് 24 hours ആക്റ്റീവ് ആകുമ്പോൾ അവിടെയാണ് പൗലോസ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രേ വിതൗട്ട് സീസിങ്. എങ്ങനെയാ പ്രേ വിതൗട്ട് സീസിങ്? നിന്റെ സ്പിരിറ്റ് 24 hours പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഓ, അത്ഭുതകരം. ഒരു പുതിയ പ്രതലത്തിലേക്ക് കയറുകയാണ്. പ്രേ വിതൗട്ട് സീസിങ്. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്തരത്തിൽ ഒരു പകർച്ച ഈ രാത്രികാലം ഇവിടെ ഇരിക്കുന്നവരുടെ മേൽ വന്നു വീഴട്ടെ. വിശ്വസിച്ച് സ്വീകരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെയാണ് നിന്റെ സ്വസ്ഥത. നീ നിരന്തരം സ്വസ്ഥതയിലായിരിക്കും. നിരന്തരം നീ ഉണർവിലായിരിക്കും. ഈ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ നിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുവാൻ പോകുകയാണ്. സാധാരണ വ്യക്തി പുറപ്പെടുവിക്കുന്നതിനെക്കാട്ടിലും കാര്യങ്ങൾ കൂടുതൽ പുറപ്പെടുവിക്കുവാൻ നിനക്ക് കഴിയും. ഓ, ഹല്ലേലൂയ. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഇവിടെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ സംഭവിക്കുന്നത്. എത്ര വിഭാഗങ്ങളാണ് ഈ ചർച്ചിൽ സംഭവിക്കുന്നത്. എത്ര വിഭാഗങ്ങൾ, എത്ര ഇടങ്ങളിൽ ബ്രാഞ്ചസ്. തായ്ലാൻഡ് വരെ എത്തി. ബഹ്റൈൻ, തായ്ലാൻഡ്, ദുബായ് ദേശങ്ങളിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു. സമകാലീനനാകുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ആമേൻ ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ പാസ്റ്ററുടെ സമകാലീനാകുന്ന ഒരു വ്യക്തി ചിലപ്പോൾ രാവിലെ ഓഫീസിൽ പോയിട്ട് മടങ്ങി വീട്ടിൽ വന്ന് ഒരു റിഫ്രഷ്ഡ് ആകാൻ വേണ്ടി ഒരു സിനിമയും കണ്ടതിന് ശേഷം കിടന്നുറങ്ങുകയാണ്. പ്രൊഡക്ടിവിറ്റി വളരെ ലോ ആണ്. എന്നാൽ അഭിഷേകത്തിൽ നീ ചലിക്കുവാൻ തുടങ്ങുമ്പോൾ നിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാൻ പോകുകയാണ്. വാ 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 സ്പ്രേ ലഖാതിരി. ഓ ഹോ ഹോ. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉദാഹരണം പറയാം. തിരുവല്ലയിൽ പോയ ഡോക്ടർ സുരേഷ് ഇവിടെ ഒരു സർജനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ സുരേഷ് ഇപ്പോൾ മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ ആക്റ്റീവായിരിക്കുന്നു. 100-ലധികം ഫാമിലി അല്ലെങ്കിൽ 100-ലധികം വിശ്വാസികൾ, ഏറ്റവും കുറഞ്ഞൊരു 10-40 ഫാമിലി, ഒരു 40 ഫാമിലിയുടെ സ്പിരിച്വൽ ഫാദർ ആകുവാനും അതിൻ്റെ ഇടയിൽ പോയിട്ട് സർജറി നടത്തുവാനും. അപ്പോൾ പുതിയ ഓഡിറ്റോറിയം വരുന്നു. ഇനി പുതിയ വിശാലത വരാൻ പോകുന്നു. വലിയ ഉണർവുണ്ടാകാൻ പോകുക. തിരുവല്ലയിൽ വലിയ ഉണർവ് സംഭവിക്കാൻ പോകുകയാണ്. ഇതിൻ്റെ കീ എവിടെ കിടക്കുന്ന അറിയാമോ?
ഇതിൻ്റെ കീ കിടക്കുന്നതാണ് ഈ ഭാഷ. ഈ ഭാഷ ആക്റ്റീവ് ആകണം. 24 hours ആക്റ്റീവ് ആകുകയാണെങ്കിൽ നിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാൻ പോവുകയാണ്. നിന്റെ കിച്ചൻ്റെ പുറകിലൊരു ഒരു ഒരു വെജിറ്റബിൾ ഗാർഡൻ വരാൻ പോകുന്നു. വീട്ടിനകത്ത് വേറൊരു സംവിധാനം വരുവാൻ പോകുന്നു. നീ ഇത് പറയുമ്പോൾ തന്നെ നിനക്ക് ഐഡിയാസ് ലഭിക്കാൻ പോകുകയാണ്. വാ, കമോൺ. ആ ഒരു നിലവാരത്തിലേക്ക് കർത്താവ് നിങ്ങളെ മാറ്റാൻ പോകണം. സമയം വേഗത്തിൽ പോകുന്നു. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകട്ടെ. ഈ രാത്രിയിൽ വിശ്വസിക്കണം, നിങ്ങളുടെ എല്ലാവരുടെയും സ്പിരിറ്റിനെ ആക്റ്റീവ് ആക്കാൻ നിങ്ങൾ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ സ്പിരിറ്റ് എപ്പോഴും 24 hours അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു സ്പിരിറ്റായിട്ടും നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിനെ നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് പല മേഖലകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഇതൊരു സുപ്പീരിയർ ലാംഗ്വേജ് ആണ്. ഈ ലോകത്തിലുള്ള സകല ലാംഗ്വേജുകളും ഇൻഫീരിയർ ലാംഗ്വേജ് ആയിരിക്കുമ്പോൾ ഇത് സുപ്പീരിയർ ലാംഗ്വേജ് ആണ്. വാ, നിൻ്റെ മദർ ടങ്ങിനെക്കാട്ടിലും സുപ്പീരിയർ ലാംഗ്വേജ് ആണ്. മറ്റെല്ലാ ലാംഗ്വേജുകളിലും മോശമായ വാക്കുകളുണ്ട്, ശാപത്തിനുള്ള വാക്കുകളുണ്ട്, അശ്ലീല പദങ്ങളുണ്ട്. എന്നാൽ ഈ ലാംഗ്വേജിനകത്ത് ഇതൊന്നുമില്ലത് ഡിവൈൻ, സുപ്പീരിയർ. നിങ്ങളെ കൂടുതൽ സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴപ്പത്തിലാകും എന്നെനിക്ക് തോന്നുന്നു. ഞാനീ പറയുന്നത് എല്ലാവരും കേട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ, കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ഇവരെല്ലാം കൂടെ കയറി അന്യഭാഷ പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് 15 രാജ്യങ്ങളുടെ വാതിലുകൾ അങ്ങ് തുറന്നു. ഓ ഹോ 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 അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സംസാരിച്ചാൽ മതി. കൂടുതൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ രാജ്യങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഓ ഹോ 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 രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാണ്. നിന്റെ യാത്രകളിൽ ഒരു വർധനവ് സംഭവിക്കാൻ പോകുന്നു. ഓ, നീ ഇതുവരെ ചവിട്ടിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ നീ കാൽ ചവിട്ടാൻ പോകുകയാണ്. ഓ, take it, 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 take it. Masafine tere manahatan. Bana bana da 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 da. നിങ്ങളെ ഞാൻ ചില കാര്യങ്ങൾ കാണിക്കാം. അപ്പോസ്തലപ്രവൃത്തി 20 കാണിച്ച് 20 അതിൻ്റെ 1 കാണിക്കുകയാണ്. കലഹം ശമിച്ച ശേഷം എഫെസോസിലായിരുന്നു പൗലോസ്. എത്ര വർഷം ഉണ്ടായിരുന്നു? 3 വർഷത്തോളം ഉണ്ടായിരുന്നു. 3 വർഷത്തോളം എഫെസോസിലായിരുന്നു. എഫെസോസിൽ 3 വർഷത്തോളം ഉണ്ടായിരുന്നു. 3 വർഷത്തോളം എഫെസോസിലുണ്ടായിരുന്നു. അതിനുശേഷം 11 ആമേൻ. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി അതിനുശേഷം യാത്ര ചെയ്യാണ്. ഇത് എഫെസോസിലാണ്. എഫെസോസിലായിരുന്ന പൗലോസ് മക്കതോനിയക്ക് പോവുകയാണ്. മക്കതോനിയ എന്ന് പറയുമ്പോൾ ടർക്കിയിലെ. അപ്പോൾ ടർക്കിയിൽ നിന്ന് മക്കതോനിയക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷിപ്പിൽ പോകണം, ഇല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്. എഫെസോസിൽ നിന്ന്, എഫെസോസ് ഇങ്ങനെ ഈസ്റ്റേൺ ഭാഗമാണ്, ഇവിടുന്ന് നടക്കണം. നടന്ന് അങ്ങ് എൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ കുറച്ച് ദൂരം ഷിപ്പിൽ പോയാൽ മതി, യൂറോപ്പിലോട്ട് അങ്ങ് കയറാം. അപ്പോൾ കണ്ടോ, എഫെസോസിലെ കലഹം ശമിച്ച ശേഷം മക്കതോനിയക്ക് പോവുകയാണ്. മക്കതോനിയ പോയിട്ട് മക്കതോനിയയിൽ നിന്ന് വീണ്ടും തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ പൗലോസിന് ഒരു ആഗ്രഹമുണ്ട്. മക്കതോനിയയിൽ ചെന്നു. മക്കതോനിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിലിപ്പിയ, തെസ്സലോനിക്ക ഈ ഭാഗമാണ് മക്കതോനിയ. ഇവിടുന്ന് അഖായ ഉണ്ട്. അഖായ എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം ഒരു 165-200 കിലോമീറ്ററോളം ഉണ്ട്. അത് നടന്ന അഖായയിൽ പോയി. അഖായയിൽ ചെന്നിട്ട്, അഖായ എന്ന് പറയുമ്പോൾ അവിടെയാണ് കൊരിന്ത്,
അഥേന ഒക്കെ അവിടെയാണ്. അവിടെ പോയതിന് ശേഷം അവിടുന്ന് സുറിയയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സുറിയയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച സന്ദർഭത്തിൽ യഹൂദന്മാർ കൂട്ടുകെട്ടുണ്ടാക്കി എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിച്ച് പിന്നെയും എവിടെ വന്നു? മഖദോനിയ വന്നു. മഖദോനിയ വന്നിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറുകയാണ്. ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറിയിട്ട് ആമേൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറിയിട്ട് ത്രോവാസിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ത്രോവാസിൽ എത്തിച്ചേർന്നതിന് ശേഷം ത്രോവാസിൽ വെച്ചാണ് യൂത്തിക്കോസിൻ്റെ അനുഭവമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ത്രോവാസിൽ വന്ന് യൂത്തിക്കോസിൻ്റെ അനുഭവം എല്ലാം ഉണ്ടായി. രാത്രി മുഴുവൻ അവിടെ ശുശ്രൂഷിച്ചതിന് ശേഷമായിട്ട് പിന്നെ നോക്കിക്കോണം, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ കഴിയുമെങ്കിൽ പെന്തക്കോസ്ത് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് 14-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. 14-ാമത്തെ വാക്യത്തിൽ ത്രോവാസിൽ നിന്ന് അവർ അസ്സസോസിൽ എത്തുകയാണ്. അസ്സസോസിൽ നിന്ന് ഖിയാസ് ദ്വീപിൻ്റെ തൂക്കിലെത്തി. ഖിയാസ് ദ്വീപിലെത്തുന്നു. ഖിയാസ് ദ്വീപിൽ 15-ാമത്തെ വാക്യത്തിൽ ഖിയാസ് ദ്വീപിൽ നിന്ന് സാമോസ് ദ്വീപിൽ അണഞ്ഞു. സാമോസ് ദ്വീപിൽ നിന്ന് മിലിത്തോസിൽ എത്തിച്ചേരുന്നു. അടിച്ച് കത്തിക്കുക. എഫെസോസിലായിരുന്ന വ്യക്തി മാസിഡോണിയ ചെന്നു. ഫിലിപ്പിയ, തെസലോനിക്ക കഴിഞ്ഞിട്ട് അഖായയിൽ പോയി. കൊരിന്തിയ, അഥേന കഴിഞ്ഞിട്ട് സുറിയയ്ക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അടി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഇതുവഴി മക്കദോനിയയിൽ വന്നു. എന്നിട്ട് ഫിലിപ്പിയിൽ വന്നു. ഫിലിപ്പിയിൽ വന്നിട്ട് മിലിത്തോസിൽ എത്തിച്ചേർന്നു. മിലിത്തോസിൽ മരിച്ചൊരുത്തിനെ എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് അസ്സസോസ് വഴി യാത്ര തിരിപ്പിച്ച് ഖിയാസ് ദ്വീപിൻ്റെ വഴി യാത്ര ചെയ്ത് സാമോസ് ദ്വീപിൽ എത്തിയതിന് ശേഷം സാമോസ് ദ്വീപിൽ നിന്ന് മിലിത്തോസിൽ വരുന്നു. ആദ്യം ത്രോവാസായിരുന്നു. മിലിത്തോസിൽ വരുന്നു. വാ, ആർക്കെങ്കിലും വേണമെങ്കിൽ എല്ലാ വാതിലുകളും തുറക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ചാടി പിടിച്ചോ. നിനക്കുള്ള ദൂതാണെങ്കിൽ നീ ചാടി പിടിച്ചോ. നിന്റെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. യാത്രകളുടെ വർധനവുകളെ നൽകി തരുവാൻ പോകുകയാണ്. ചില അടഞ്ഞ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുന്നു. ഈ അന്യഭാഷ പറയുന്നുണ്ട് അറിയാതെ നമ്മളിങ്ങനെ അന്യഭാഷയിൽ പല വാതിലുകളെയും തുറക്കുകയാണ്. അതുകൊണ്ട് അധികം അന്യഭാഷ പറയുമ്പോൾ ഓർത്തോണം, ഒത്തിരി യാത്രയുണ്ടായിട്ട് വരും. ഈ രാത്രിയിൽ ചിലരുടെ മേൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. Take it. Oh, Russia bine legan del barosa gelkede. Toba nasibitare lekature venmatene yeliga. Take it. Hallelujah. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ മുൻപിൽ 15 രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ടതുപോലെ ഇത് പ്രായോഗികമാക്കുക. ചിലപ്പോൾ രാജ്യങ്ങളുടെ വാതിലുകൾ എന്ന് പറയുന്നത് നിങ്ങളെ ചിലപ്പോൾ ലോക്കലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാവരും ചിലപ്പോൾ ആ നിലയിലായിരിക്കുകയില്ല. ലോക്കലൈസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി വാതിലുകൾ തുറക്കപ്പെടുന്നു. കോട്ടയത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു. തിരുവല്ലയുടെ വാതിൽ തുറക്കപ്പെടുന്നു. കൊട്ടാരക്കരയുടെ വാതിൽ തുറക്കപ്പെടുന്നു. ആമേൻ, ഹല്ലേലൂയ. നീ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിന്റെ ബിസിനസ്സിന് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുകയാണ്. അപ്പോ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അപ്പോസ്റ്റൽ മേൽറ്റാരിയുമായിട്ട് ഞാൻ സംസാരിച്ച സന്ദർഭത്തിൽ അപ്പോസ്റ്റലനോട് പറയുകയായിരുന്നു, മോനെ നിനക്കറിയാമോ KFC തുടങ്ങിയ അപ്പച്ചൻ്റെ ആൻഡേഴ്സൺ അല്ലേ,
അത് എൻ്റെ സുഹൃത്തായിരുന്നു, വളരെ പ്രായമുള്ള ആളായിരുന്നു. അന്ന് അപ്പോസ്തലൻ മേൽറ്റാരി വളരെ ചെറുപ്പമായിരുന്നു. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോസ്തലൻ മേൽറ്റാരി എന്നോട് പറയുകയാണ്. അയാൾ KFC തുടങ്ങിയ ആ മനുഷ്യൻ അതൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. നിങ്ങൾ നോക്ക്, ലോകം മുഴുവൻ എത്തിയില്ലേ? അതേപോലെ നിൻ്റെ മേൽ ഈ ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച ഉണ്ടായിക്കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നത് ചർച്ചസ്, ഇതിന് ബ്രാഞ്ച് ചർച്ചസ് ലോകം മുഴുവൻ ഉണ്ടാകണം. എക്സുഡസ് അല്ലേ, എക്സുഡസ് ലോകം മുഴുവൻ ഉണ്ടാകണം. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകണം. തുറക്കട്ടെ. ബഹ്റൈൻ ഓപ്പണായി, ദുബായ് ഓപ്പണായി, തായ്ലാൻഡ് ഓപ്പണായി. അങ്ങനെയെങ്കിൽ വിയറ്റ്നാം ഓപ്പൺ ആകട്ടെ, സിംഗപ്പൂർ ഓപ്പൺ ആകട്ടെ, ആമേൻ, ഇന്തോനേഷ്യ ഓപ്പൺ ആകട്ടെ, മലേഷ്യ ഓപ്പൺ ആകട്ടെ, ചൈന ഓപ്പൺ ആകട്ടെ, കിർഗിസ്ഥാൻ ഓപ്പൺ ആകട്ടെ, കസാക്കിസ്ഥാൻ ഓപ്പൺ ആകട്ടെ, തജാക്കിസ്ഥാൻ ഓപ്പൺ ആകട്ടെ, ആമേൻ, കുവൈറ്റ് ഓപ്പൺ ആകട്ടെ, സൗദി അറേബ്യ ഓപ്പൺ ആകട്ടെ, ഖത്തർ ഓപ്പൺ ആകട്ടെ, മസ്കറ്റ് ഓപ്പൺ ആകട്ടെ. ഓപ്പൺ 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 ഓപ്പൺ. ഓ ഹോ 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 ഹോ. ഇത് തന്നെ നിന്റെ ജീവിതത്തിലെ മറ്റ് പ്രായോഗിക ഭൗതിക മേഖലയിലും സംഭവിക്കുന്നു. ഈ ബിസിനസ് മേഖലയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിളിലേക്ക് നീ വരികയാണെങ്കിൽ ഓപ്പണിംഗ് നടക്കാൻ പോവുകയാണ്. അവിടെ ടോയിലിംഗ് ഒന്നുമില്ല. നീ വളരെ ഫ്രീ ആയിരിക്കും, റെസ്റ്റിലായിരിക്കും, ഫുൾ ടൈം റെസ്റ്റിലായിരിക്കും. നിനക്ക് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ കർത്താവ് തരാൻ പോകുകയാണ്. നിന്റെ ഒപ്പം നിൽക്കുന്ന ലോയലായിട്ടുള്ള ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നിന്റെ അരികിൽ വരും. അവർ കൊട്ടാരക്കര ഓപ്പണായി, കോഴിക്കോട് ഓപ്പണായി, കോയമ്പത്തൂർ ഓപ്പണായി, ഹൈദരാബാദ് ഓപ്പണായി, ബാംഗ്ലൂർ ഓപ്പണായി, ഡൽഹി ഓപ്പണായി. ഓഹോ, നിനക്കുള്ളതിനെ എല്ലാം നീ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുക. Ends of the earth. വാ 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 വാ. പ്രാപിക്ക. വസബില കതബറ കതന. വസബതകല റബില കതന ദലബദര ദഗർസന. ഓ റബ്ജ മനാസബതന. മാക്സബിലാതുനി ലബനാതകൽ കദ.